ഹലോ ഓൾ, എന്തൊക്കെയായി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ? അവിടെ എക്സാംസിന് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ അല്ലേ? വിരലെണ്ണാവുന്ന ദിവസങ്ങൾ കൂടി ഉള്ളൂ എക്സാംസിന്. നമ്മൾ മാരത്തോൺസ് ഒക്കെ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് 3 ചാപ്റ്റേഴ്സ് ആണ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, റൂറൽ ഡെവലപ്മെൻറ്റും എംപ്ലോയ്മെൻറ്റും. ഈ 3 ചാപ്റ്റേഴ്സ് ആണ് ഇന്നത്തെ മാരത്തോണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്റ്റാറ്റിയുടെ പോർഷൻസും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ബാക്കി 2 പോർഷൻസും നമ്മൾ കഴിഞ്ഞ മാരത്തോണിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇന്നത്തെ ഈ മാരത്തോണിനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ട എക്കണോമിക്സിൻ്റെ പോർഷൻസ് എല്ലാം നമ്മൾ പഠിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണോ നോക്കുക. ഉറപ്പായിട്ട് നമ്മൾ ഈ പഠിച്ചതൊക്കെ തന്നെയായിരിക്കും നിങ്ങളുടെ എക്സാംസിന് ഉണ്ടാകുന്നത്. അതിന് യാതൊരു സംശയവും വേണ്ട. ഇതെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ പോർഷൻസ് എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ, നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്നതാണ് നമ്മുടെ അടുത്ത ഡീൽ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ചാപ്റ്റർ. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനെ പറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ് എന്നാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് ഒരു എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനായിട്ട് വളരെ പോസിബിലിറ്റി ഉള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് ഈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻസ്. എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനായിട്ട് പറ്റും. മെയിൻലി സോഴ്സസ് ഓഫ് നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ പാർട്ടായിട്ടോ അല്ലെങ്കിൽ സോഴ്സസിനെ കംപ്ലീറ്റ്ലി ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടോ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. അപ്പോൾ മറക്കരുത്, ഈ എസ്എ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ കുറേ ടൈപ്പ് പഠിക്കാനുണ്ട്. നമ്മളിനി കാണാൻ പോവുകയാണ്, കുറേ ടൈപ്പ് ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകരുത്, ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഓൺവേർഡ്സ് തന്നെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. വലിയ തിയറി കാര്യങ്ങളൊന്നും തന്നെ പഠിക്കാനായിട്ട് മീൻസ് ഭയങ്കര കോൺസെപ്റ്റുകളോ ഒന്നുമല്ല നമുക്കിത് പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്കൊരു ജസ്റ്റ് കഥ പോലെ ഒരു ജസ്റ്റ് കാര്യങ്ങൾ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ പോലെ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. യാതൊരു ടെൻഷനും ഈ ഒരു ചാപ്റ്ററിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട. ഞാൻ പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ചാപ്റ്റർ 5 ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ചാപ്റ്റർ 5 ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. എടാ, എന്താണ് ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്യാപിറ്റൽ നമ്മൾ കേൾക്കാറുണ്ടല്ലേ? നിങ്ങൾ അക്കൗണ്ടൻസിയിലും ബിസിനസ് സ്റ്റഡീസിലൊക്കെ ക്യാപിറ്റൽ കേട്ട് മടുത്തവരല്ലേ നിങ്ങൾ? ക്യാപിറ്റൽ അക്കൗണ്ട്സിൽ ഒക്കെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അക്കൗണ്ട്സിൽ നമ്മൾ മാരത്തോണായാലും സ്കൂളിലായാലും ഒക്കെ പഠിച്ചില്ലേ? എൻട്രി എഴുതാനായിട്ട് പഠിച്ചില്ലേ? ക്യാപിറ്റലിന് എങ്ങനെയാണ് ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ എന്ന് എൻട്രി എഴുതും. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ബിസിനസ്സിന്റെ മൂലധനമാണ് അല്ലേ? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബിസിനസ്സിന്റെ ഓണർ കൊണ്ടിരുന്ന തുകയാണ്, ആ ഒരു പണത്തെയാണ് അല്ലെങ്കിൽ ഓണർ കൊണ്ടിരുന്ന ആ അസറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. നമ്മൾ എക്കണോമിക്സിൽ ഇവിടെ ക്യാപിറ്റൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്യാപിറ്റൽ ഗുഡ്സ്, ക്യാപിറ്റൽ റിസോഴ്സസ്. Capital resources are the goods made and used to produce other goods and services. Capital resource അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ്. ഈ ഗുഡ്സ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഈ ഗുഡ്സ് മേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഈ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷന് ശേഷം ഈ ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനായിട്ട്, മറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അതായത് ഒരു മെഷീൻ, ആ മെഷീൻ കംപ്ലീറ്റ്ലി പ്രോസസ്സ് ചെയ്തു. ഒരു മെഷീൻ കംപ്ലീറ്റ്ലി പ്രോസസ്സ് ചെയ്തിട്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ആ മെഷീൻ മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ടല്ല ഉപയോഗിക്കുന്നത്. ഒരു മെഷീൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, ആ മെഷീൻ യൂസ് ചെയ്തിട്ട് മറ്റൊരു പ്രൊഡക്റ്റോ സർവീസസോ വരുന്നു. നമ്മുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ട്, അതൊരു ഗുഡ്സ് അല്ലേ? അത് പ്രൊഡ്യൂസ് ചെയ്തു, അതൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ പാസ്സായി വന്നിട്ട് ഇപ്പോൾ അതൊരു സർവീസാണ് ചെയ്യുന്നത് അല്ലേ? വാഷിംഗ് എന്ന് പറഞ്ഞൊരു സർവീസാണ് വാഷിംഗ് മെഷീനിൽ കൂടെ കിട്ടുന്നത്. അപ്പം ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഗുഡ്സ് ഫുള്ളി മേക്ക് ചെയ്തൊരു ഗുഡ്സ് ആണ്. അത് മറ്റ് ഗുഡ്സിൻ്റെയോ സർവീസസിൻ്റെയോ പ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ക്യാപിറ്റൽ ഗുഡ്സ്. ഓക്കെ, ക്യാപിറ്റൽ ഗുഡ്സ് മനസ്സിലായോ എന്താണെന്ന്? ഓക്കെ, ക്യാപിറ്റൽ ഗുഡ്സിന്റെ എക്സാമ്പിൾസ് നോക്കിയേ. ബിൽഡിംഗ്, മെഷീനറി, ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഒക്കെയാണ് ക്യാപിറ്റൽ ഗുഡ്സ് വരുന്നത്. ക്യാപിറ്റൽ ഗുഡ്സ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഹെൽപ്പ് ടു ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് എന്ത് സഹായിക്കുന്നു? ക്യാപിറ്റൽ ഗുഡ്സ് ഉൽപാദനക്ഷമത കൂട്ടാനായിട്ട് എന്ത് സഹായിക്കുന്നു? ക്യാപിറ്റൽ ഗുഡ്സ് സഹായിക്കുന്നു. ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെ ക്യാപിറ്റൽ റിസോഴ്സസിനെ ക്യാപിറ്റൽ ഗുഡ്സ് എന്നോ അല്ലെങ്കിൽ സിംപ്ലി ക്യാപിറ്റൽ എന്നോ അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാപിറ്റൽ എന്നോ അറിയപ്പെടും. സിംപ്ലി ക്യാപിറ്റൽ എന്നല്ല, ക്യാപിറ്റൽ, സിംപ്ലി ക്യാപിറ്റൽ, സിമ്പിളായിട്ട് ക്യാപിറ്റൽ എന്നാണ് മീനിങ് കേട്ടോ. സിംപ്ലി ക്യാപിറ്റൽ ഒന്നും എക്സാമിന് എഴുതരുത് കേട്ടോ. ക്യാപിറ്റൽ റിസോഴ്സസിനെ എന്തറിയപ്പെടുന്നു? ക്യാപിറ്റൽ ഗുഡ്സ് എന്നോ അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്നോ ഫിസിക്കൽ ക്യാപിറ്റൽ എന്നോ വിളിക്കുന്നു.
അപ്പൊ എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ? അപ്പൊ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ റിസോഴ്സസ്, ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ്. ആ ഗുഡ്സ് യൂസ് ചെയ്ത് മറ്റ് ഗുഡ്സോ സർവീസസോ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പം ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്താണ്? ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ മീൻ ഡെവലപ്മെന്റ് ഓഫ് എബിലിറ്റീസ് ആൻഡ് സ്കിൽ എമംഗ് ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഏതാണ്? പണമല്ല, നാച്ചുറൽ റിസോഴ്സ് അല്ല. ഒരു രാജ്യത്തെ ഹ്യൂമൻ ബീങ്സ് ആണ്, അവിടുത്തെ പോപ്പുലേഷൻ ആണ് അവിടുത്തെ ഏറ്റവും വലിയ ശക്തി. നാച്ചുറൽ റിസോഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല, എക്കണോമിയിൽ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. ഇതിനെല്ലാം കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ, യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എന്ത് വേണം? ഹ്യൂമൻ പോപ്പുലേഷൻ ആവശ്യമല്ലേ? മനുഷ്യർ വേണ്ടേ അവിടെ? അപ്പോൾ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻസ് ആവശ്യമാണ്, സിറ്റിസൺസ് ആവശ്യമാണ്. അപ്പോൾ ഒരു രാജ്യത്തെ പോപ്പുലേഷൻ, അവർക്ക് കുറേ എബിലിറ്റീസ് ഉണ്ടായിരിക്കും, ഓരോ വ്യക്തികൾക്കും അതാത് എബിലിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ എബിലിറ്റീസും അവരുടെ സ്കിൽസും ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു രാജ്യം നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അവിടുത്തെ റിസോഴ്സസ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഒരു രാജ്യത്തിന് എക്കണോമിക് ഗ്രോത്തോ ഡെവലപ്മെന്റോ ഉണ്ടാകണമെങ്കിൽ അവിടുത്തെ ഹ്യൂമൻ ക്യാപിറ്റൽ, അവിടുത്തെ ഹ്യൂമൻ ബീങ്സിന്റെ, അവിടുത്തെ പോപ്പുലേഷന്റെ എബിലിറ്റീസ്, സ്കിൽസ് ഡെവലപ്പ് ആക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ വിളിക്കുന്നത്. എബിലിറ്റീസ് ഉണ്ടായിരിക്കും, ആ എബിലിറ്റീസിനെ സപ്പോർട്ട് ചെയ്ത് പരിപോഷിപ്പിക്കണം അല്ലേ? അതിന് കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് വരുത്തണം അല്ലേ? അതുപോലെ സ്കിൽസ്, ഉള്ള സ്കിൽസ് എന്ത് ചെയ്യണം? കുറച്ചുകൂടെ ബെറ്റർ ആക്കി മാറ്റണം. അപ്പൊ എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞതാണ്? ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ മീൻസ് ദ ഡെവലപ്മെന്റ് ഓഫ് എബിലിറ്റീസ് ആൻഡ് സ്കിൽസ് എമംഗ് ദ പോപ്പുലേഷൻ ഓഫ് കൺട്രി. ഒരു രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ അവരുടെ എബിലിറ്റീസും സ്കിൽസും ഇംപ്രൂവ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, അതിനെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, ഡെവലപ്മെന്റ് ഓഫ് എബിലിറ്റീസ് ആൻഡ് സ്കിൽസ് എമംഗ് ദ പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി. അതാണ് കീവേഡ് കേട്ടോ. കീവേഡ് ഓർത്തിരിക്കണം, എക്സാമിന് എഴുതണം. ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ? ഓക്കെ, ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലിനും ഡിഫറൻസ് എന്തൊക്കെയാണ്? ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് ടാഞ്ചിബിൾ. ഫിസിക്കൽ ക്യാപിറ്റൽ എന്താണ്? ടാഞ്ചിബിൾ ആണ്, ടച്ച് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് തൊടാൻ പറ്റുന്നതല്ലേ? ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു ഗുഡ്സ് അല്ലേ? മെഷീൻസും ടൂൾസും എക്യുപ്മെന്റ്സ് എല്ലാം കാണാനും കേൾക്കാനും തൊടാനൊക്കെ പറ്റത്തില്ലേ? ബട്ട് ഹ്യൂമൻ ക്യാപിറ്റൽ ഒരു മനുഷ്യന്റെ എബിലിറ്റിയെ, അതിന്റെ സ്കിൽസിനെ നമുക്ക് എന്താണ് ടച്ച് ചെയ്യാൻ പറ്റുമോ? ഇസ് അൺടച്ചബിൾ അല്ലേ? ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഗുഡ്സ് അല്ലേ? ഫിസിക്കൽ ക്യാപിറ്റൽ ക്യാൻ ബി ഈസിലി സോൾഡ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റ് വിൽക്കാൻ പറ്റത്തില്ലേ? ഗുഡ്സ് വിൽക്കാൻ പറ്റത്തില്ലേ? ഫിസിക്കൽ ഗുഡ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാപിറ്റൽസ്, മെഷീൻസ്, എക്യുപ്മെന്റ്സ്, ബിൽഡിംഗ് ഒക്കെ മാർക്കറ്റിൽ നമുക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു വസ്തു അല്ലേ? ബട്ട് ഹ്യൂമൻ ക്യാപിറ്റൽ കനോട്ട് ബി സോൾഡ് ഇൻ മാർക്കറ്റ്. ഹ്യൂമൻസിന്റെ എബിലിറ്റീസ്, സ്കിൽസ് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുമോ? നമ്മുടെ എബിലിറ്റീസ്, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സ്കിൽസിനെയൊക്കെ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പോയി കുറച്ച് എബിലിറ്റീസ്, സ്കിൽസ് വാങ്ങിയാൽ പോരെ? ഫിസിക്കൽ ക്യാപിറ്റലിന് എന്ത് സംഭവിക്കും? ഡിപ്രീഷിയേറ്റ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം. ഫിസിക്കൽ ക്യാപിറ്റലിന് ഡിപ്രീസിയേഷൻ അല്ലേ? ഗുഡ്സിനും ബിൽഡിങ്ങുകൾക്കും ഒക്കെ എന്താണ്, ടൂൾസിനും എക്യുപ്മെന്റ്സിനും ഒക്കെ എന്ത് സംഭവിക്കുന്നു? ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നില്ലേ? കാലക്രമേണ ഡിപ്രീസിയേഷൻ, ഒബ്സുലൻസും വെയർ ആൻഡ് ടയർ കൊണ്ടൊക്കെ അല്ലെ ഔട്ട്ഡേറ്റഡ് ടെക്നോളജി മൂലമൊക്കെ എന്ത് സംഭവിക്കുന്നു? ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നു. ഹ്യൂമൻ ക്യാപിറ്റലിനും ഡിപ്രീസിയേഷൻ ഉണ്ടാകുന്നുണ്ട്. മനുഷ്യന്റെ എബിലിറ്റീസിനും സ്കിൽസ് ഒക്കെ ഡിപ്രീഷിയേറ്റ് ആയി പോകുന്നുണ്ട്. പക്ഷെ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ആ ഡിപ്രീസിയേഷൻ എങ്ങനെ കുറയ്ക്കാൻ പറ്റും? കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷനും ഹെൽത്തും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമൻ ക്യാപിറ്റലിന്റെ ഡിപ്രീസിയേഷൻ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. പക്ഷെ ഫിസിക്കൽ ക്യാപിറ്റലിന്റെ പറ്റില്ല. Human capital is more mobile between countries, physical separated from its owners. Physical capital and owners എന്താണ് സെപ്പറേറ്റ് ആക്കാൻ പറ്റും, മൊബിലിറ്റി കൂടുതലാണ്. പക്ഷേ ഹ്യൂമൻ ക്യാപിറ്റൽ മൊബിലിറ്റി വളരെ കുറവാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ cannot be separated from its owners എന്ന് വരാം. ഓക്കെ, as compared to physical. ഹ്യൂമൻ ക്യാപിറ്റലിന്റെ സോഴ്സസ് എന്തൊക്കെയാണ്? ഹ്യൂമൻ ക്യാപിറ്റൽ സോഴ്സസ് എന്തൊക്കെയാണ്? ഹ്യൂമൻ ക്യാപിറ്റലിന്റെ സോഴ്സസ് എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഉണ്ടാകുന്നത്? ഹ്യൂമൻ ക്യാപിറ്റലിന്റെ സോഴ്സസ് ഏതൊക്കെയാണെന്ന് എക്സാമിന് ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. പഠിച്ചിട്ട് പോണേ. എങ്ങനെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എങ്ങനെ സംഭവിക്കുക, അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ എങ്ങനെ ഉണ്ടാകും, അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെ? എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് മൂലം. ഹ്യൂമൻ ക്യാപിറ്റലിന്റെ സോഴ്സ്, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. ഇതിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, എഡ്യൂക്കേഷനിലുള്ള പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റ്, ഹെൽത്തിലുള്ള പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റ്, ഈ ഏരിയാസിലുള്ള പ്രവർത്തനങ്ങൾ എന്തിന് കാരണമാകും? നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന് കാരണം ആകും. ഓക്കെ, എക്സാമിന് ചോദിക്കും വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ, ഹൗ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാറുണ്ടെന്നല്ല, ചോദിക്കും. ഫോർമേഷൻ, എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് ആണ് എന്ത്? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് വർക്ക് എക്സ്പീരിയൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിറ്റർമൈൻ ദ അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് മാൻ പവർ. അപ്പം നമുക്ക് എന്താണ് പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടണം. എഡ്യൂക്കേഷൻ കിട്ടിയിട്ട് കാര്യം മാത്രമല്ലോ,
അതിനെന്താണ് ആപ്റ്റായിട്ടുള്ള ട്രെയിനിങ് കിട്ടണം അല്ലേ. പിന്നെ വർക്ക് എക്സ്പീരിയൻസ്, നമ്മളൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവരെന്താണ് വലിയ വലിയ കമ്പനികളിലൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കും എക്സ്പീരിയൻസ് ഉണ്ടോ, കാരണം അത്രയ്ക്ക് അവിടെ വർക്കായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ മതി അല്ലേ. നമുക്ക് എഡ്യൂക്കേഷൻ വേണം, പ്രോപ്പർ ട്രെയിനിങ് കിട്ടണം, പ്രോപ്പർ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മാൻ പവർ അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് വർക്ക് എക്സ്പീരിയൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിറ്റർമൈൻ ദ അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് മാൻ പവർ. Investment in education is not only the highly productive but also accelerate the economic growth of all the resources. അതായത് എഡ്യൂക്കേഷൻ മേലുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലെ എഡ്യൂക്കേഷൻ എന്തിന് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ മാത്രമല്ല സഹായിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഹൈലി പ്രൊഡക്റ്റീവ്. എഡ്യൂക്കേഷൻ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ മാത്രമല്ല സഹായിക്കുന്നത്, ബാക്കിയുള്ള റിസോഴ്സസിനെ എക്കണോമിക് ഗ്രോത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നു? എഡ്യൂക്കേഷൻ പ്രൊഡക്ടിവിറ്റി കൂട്ടുക മാത്രമല്ല ബാക്കി ഉള്ള റിസോഴ്സസിനെ എല്ലാം എക്കണോമിക് ഗ്രോത്തിലേക്ക് നയിക്കാനായിട്ട് സഹായിക്കുന്നു. ഓൾസോ ആക്സിലറേറ്റ് ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ഓൾ റിസോഴ്സ്. എല്ലാ റിസോഴ്സിനെയും എക്കണോമിക് ഗ്രോത്തിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഹെൽത്തിന്റെ കേസ് നോക്കിയാലോ. ഹെൽത്തിൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ഹ്യൂമൻ ക്യാപിറ്റലിന്റെ മറ്റൊരു സോഴ്സ് ആണ്. As an essential components of a country's development it is health. ഒരു രാജ്യത്തിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പോണന്റ് ആണ് ഹെൽത്ത്. ആരോഗ്യം ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. നല്ല ആരോഗ്യം വേണം. Spending on health care directly improves a person's physical capacity, increase the pool of fit laborers. അതായത് ഒരു വ്യക്തിയുടെ ഫിസിക്കൽ കപ്പാസിറ്റി, നല്ല ഹെൽത്ത് ഉണ്ടായെങ്കിൽ ഒരു വ്യക്തിക്ക് എന്താണ് ശാരീരികമായുള്ള എന്താണ് കേപ്പബിലിറ്റീസ്, കപ്പാസിറ്റീസ് വരും അല്ലേ. നമുക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു നമ്മൾ ഫിസിക്കലി ഫിറ്റ് അല്ല എങ്കിൽ നമ്മളൊരു ജോലി ചെയ്യാനായിട്ട് ഫിറ്റ് അല്ല എങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, എന്നും ക്ഷീണമാണ്, ഉറക്കമില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഹെൽത്ത് ഇല്ല എങ്കിൽ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? എത്ര എഡ്യൂക്കേഷൻ, എത്ര ട്രെയിനിങ്, എത്ര വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹെൽത്ത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ ഒരു സോഴ്സ് തന്നെ ആണ്. ഹെൽത്തിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു ഗവൺമെന്റ് ഹെൽത്ത് സെക്ടറിന്റെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിന്, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഹെൽത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രിവെന്റീവ് മെഡിസിൻ ആസ് എ ക്യൂറേറ്റീവ് മെഡിസിൻസ്. അതായത് ഈ അസുഖങ്ങൾ വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് വരാതെ തടയുന്നതിനാണ്. അപ്പോൾ ഏറ്റവും നല്ല ചികിത്സാ രീതി മുൻകരുതൽ എടുക്കുന്നതാണ്, പ്രിവെന്റീവ് മെഡിസിൻസ്. അതെ, ഓക്കെ, പ്രിവെന്റീവ് മെഡിസിൻസ് എടുക്കണം. നമ്മൾ അസുഖങ്ങൾ വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലത് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പ്രിവെന്റീവ് മെഡിസിൻസ് എടുക്കണം. ക്യൂറേറ്റീവ് ഏറ്റവും നല്ല മെഡിസിൻ പ്രിവെന്റീവ് മെഡിസിൻ ആണ്. ഒരു അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും ഈസിയാണ് ഒരു അസുഖം വരാതെ നോക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? പ്രിവെന്റീവ് മെഡിസിൻസ് ആസ് എ ക്യൂറേറ്റീവ് മെഡിസിൻസ്. പിന്നെ മെഡിക്കൽ ഇന്റർവെൻഷൻ ഡ്യൂറിങ് ദ ടൈം ഓഫ് ഇൽനെസ്. അപ്പോൾ നമുക്കൊരു അസുഖം ഉണ്ടാകുന്നതിന് മുന്നേ മുൻകരുതൽ എടുക്കണം. അപ്പോൾ ഗവൺമെന്റ് അതിന് ഫോക്കസ് ചെയ്യണം അല്ലേ. നമ്മൾ അറിയത്തില്ലേ, ഈ മലമ്പനി വരുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലം ഒക്കെ ആകുമ്പോൾ ഗവൺമെന്റ് ഒത്തിരി ഹെൽത്തിന്റെ കാര്യത്തിൽ ക്ലീനിങ് ചെയ്യാൻ പറയും, നമുക്ക് മരുന്ന് സപ്ലൈ ചെയ്യും, എലിപ്പനിക്കെതിരെ ജാഗ്രത എടുക്കണം, മരുന്ന് കഴിക്കണം, വാക്സിൻ എടുക്കും, അല്ലെങ്കിൽ കുട്ടികൾക്ക് പോളിയോ വാക്സിൻ, ഓരോ വയസ്സിന്റെ വാക്സിൻസ് എടുക്കും. അതായത് പിന്നീട് അസുഖങ്ങൾ വരുന്നിട്ട് ചികിത്സിക്കുന്നതിലും ഏറ്റവും ബെറ്റർ അത് വരുന്നതിന് മുന്നേ ചികിത്സിക്കാനാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രിവെന്റീവ് മെഡിസിൻസ് എടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മെഡിക്കൽ ഇന്റർവെൻഷൻ ഡ്യൂറിങ് ദ ഇൽനെസ്. ഓക്കെ, ഇനി അസുഖം വന്നു കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള പ്രോപ്പർ ചികിത്സ ഉറപ്പാക്കുക. എത്രയോ ഗവൺമെന്റ് ആശുപത്രികൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, പുതിയ ഹോസ്പിറ്റലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ബെറ്റർ ഫെസിലിറ്റീസ് കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടിയാണ്? പ്രോപ്പർ ഹെൽത്ത് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ്. ദെൻ എന്ത് ചെയ്യണം? ദ പ്രൊവിഷൻ ഓഫ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ. നല്ല ആശുപത്രി ഉണ്ട്, നല്ല ഹെൽത്ത് ഫെസിലിറ്റീസ് ഉണ്ടാകുന്ന കാര്യമില്ല, അസുഖങ്ങൾ വരാനിടയുള്ളതെല്ലാം കളയണ്ടേ? ഓക്കെ, ഹോസ്പിറ്റലുണ്ട്, എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്, മെഡിസിൻ ഉണ്ട്, പക്ഷെ കുടിക്കാൻ നല്ല വെള്ളമില്ല, നല്ല ഫുഡില്ല, നല്ല ക്ലീൻ അല്ലാത്ത വെള്ളം, കുടിക്കാൻ കൊള്ളാത്ത അല്ലെങ്കിൽ കുടിക്കാൻ നല്ലതല്ലാത്ത ചീത്തയായ വെള്ളം കുടിക്കുന്നു. ഓക്കെ, വളരെ കണ്ടാമിനേറ്റഡ് വാട്ടർ കുടിച്ച് അസുഖങ്ങൾ വരുത്തി തീരുന്നതിലും നല്ലത് നല്ല പ്രോപ്പർ ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ ക്ലീൻ വാട്ടർ യൂസ് ചെയ്യുന്നതാണ്. ദ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഗുഡ് സാനിറ്റൈസേഷൻ. അതായത് നല്ല സാനിറ്റേഷൻ, ശൗചാലയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ആവശ്യമാണ്, നല്ല ഡ്രിങ്കിങ് വാട്ടർ ഒക്കെ ആവശ്യമാണ്. അടുത്ത ഓൺ ജോബ് ട്രെയിനിങ്. നമ്മളിപ്പം ഗവൺമെന്റ് എന്ത് ചെയ്തു? ന്യൂ എഡ്യൂക്കേഷൻ പോളിസീസ് അനുസരിച്ച് ഗവൺമെന്റ് എന്താണ് ട്രെയിനിങ്ങിന് എംഫസിസ് ചെയ്യുന്നത് അല്ലേ. ട്രെയിനിങ് വേണം.
നമ്മൾ പഠിച്ച് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു കോഴ്സിന് പോകുന്നു, ഒരു ഡിഗ്രി കോഴ്സിന് പോയി കഴിഞ്ഞാൽ 3 വർഷം കോളേജിൽ പോയി കുറേ തിയറി സബ്ജക്റ്റ് പഠിച്ചിട്ട് വരുന്നു, കുറേ തിയറി സബ്ജക്റ്റുകൾ പഠിച്ചു. ഓക്കെ, ഒരു കോഴ്സ് പഠിച്ചു, തിയറിയോ പ്രാക്ടിക്കൽ സബ്ജക്റ്റോ പഠിച്ചിട്ട് വരുന്നു. ഇറങ്ങി കഴിയുമ്പോൾ ഒരു ജോബിലേക്ക് ഇവർ പോകുമ്പോൾ, നമ്മുടെ ഡിഗ്രി ഹോൾഡേഴ്സ് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഒരു ജോലിക്ക് ഇറങ്ങി പോകുമ്പോഴത്തേന് അല്ലെ, ജോലിക്ക് ചെന്ന് കഴിയുമ്പോൾ അവർക്ക് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അവരുടെ കയ്യിൽ നോളജ് ഉണ്ട്, എക്സും വൈയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇന്നത് കിട്ടും, A+B² ഇന്നതാണ് എന്ന ആൻസർ മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇത് എങ്ങനെ വന്നു, ഇത് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഒരു കെമിസ്ട്രിയോ ഫിസിക്സോ പഠിച്ചിട്ട് പോകുന്നവർക്ക് അവർക്ക് ലോസ് അറിയാമായിരിക്കാം, അവർക്ക് ആറ്റത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ അറിയാമായിരിക്കാം, അവർക്ക് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കാൻ അറിയാമായിരിക്കാം. പക്ഷേ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന്, ഒരു വർക്കിംഗ് കൾച്ചറിൽ എങ്ങനെ ഇത് യൂസ് ചെയ്യണമെന്നും അറിയത്തില്ല. ഓക്കെ, ഒരു കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് പോയി കഴിയുമ്പോഴത്തേന് അവന് തിയറംസ് എല്ലാം അറിയാം, അവന് ഇൻകം ടാക്സ് അറിയാം, GST അറിയാം, ബിസിനസ്സിൻ്റെ ലോസ് എല്ലാം അറിയാം, അക്കൗണ്ടിങ് ചെയ്യാൻ അറിയാം. പക്ഷേ അവൻ കാണുന്ന ടെക്സ്റ്റിലെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, എൻട്രീസ് എഴുതാനായിരിക്കും അറിയുന്നത്. പക്ഷെ ഒരു ജോബിന് ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴത്തേന് അതെങ്ങനെ പ്രാക്ടിക്കലി സിറ്റുവേഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവൻ അറിയത്തില്ലായിരിക്കാം, ഒരു സ്ട്രാറ്റജി എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരിക്കാം, ഒരു മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ലായിരിക്കാം. അപ്പോഴാണ് അവിടെ നമ്മുടെ ഒരു പോരായ്മ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വന്നത്. ഇപ്പോൾ എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത്? ഓൺ ജോബ് ട്രെയിനിങ് അല്ലേ, നമുക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ആവശ്യമാണ്, പ്രാക്ടിക്കൽ നോളജും അല്ലെങ്കിൽ ട്രെയിനിങ്ങും ആവശ്യമാണ്. Human capital formation originated from the expenditure of on the job training as it enhanced labor productivity. അതായത് ഓൺ ജോബ് ട്രെയിനിങ് എന്ത് സഹായിക്കുന്നു? ലേബർ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സഹായിക്കുന്നു. Through the practical experience and supervision from a manager, supervisor or other experienced co-worker, an employee can learn how to perform a task while on the job. അപ്പോൾ ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഭാഗമാക്കുമല്ലേ, എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം? ഇന്റേൺഷിപ്പുകൾ ചെയ്യണം. ഇപ്പോൾ നിങ്ങളൊരു CA, CMA, CS കോഴ്സുകളൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് നിർബന്ധമായിട്ടും ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളുടെ പഠിത്തത്തിൻ്റെ കൂടെ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യണം. അതല്ല കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാനല്ല, നിർബന്ധമായും ഇന്റേൺഷിപ്പുകൾ ചെയ്യണം. അതിൽ നിങ്ങളൊരു മെഡിക്കൽ കോഴ്സിന് പോയാൽ ഇന്റേൺഷിപ്പ് ചെയ്യണ്ടേ? നേഴ്സിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് ചെയ്യണ്ടേ? അല്ലേ? ആ നേഴ്സിങ്ങിന് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ തൊട്ട് എന്താണ് പോസ്റ്റിങ്ങിനിടും, ഹോസ്പിറ്റൽ പോസ്റ്റ്, ക്ലിനിക്കൽ പോസ്റ്റുകൾ കിടത്തില്ലേ? ആ ഒരു ഡ്യൂട്ടി കിട്ടി കഴിയുമ്പോൾ അവർ ബുക്കിൽ നമ്മൾ എത്ര ബുക്കിൽ നിന്ന് പഠിക്കുന്ന തിയറി നോളജിലും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതും നമ്മൾ ഓർത്തിരിക്കുന്നതും ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ പ്രാക്ടിക്കലി പഠിക്കുന്നതാണ്. അതാണ് ഓൺ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെയോ അതല്ലെങ്കിൽ ഒരു മാനേജറിൻ്റെയോ സൂപ്പർവൈസറിൻ്റെയോ സൂപ്പർവിഷൻ നമുക്ക് കൃത്യമായിട്ടൊരു ഇൻസ്ട്രക്ഷൻ പറഞ്ഞു തരുക. നമ്മളൊരു വർക്ക് തെറ്റിക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? പ്യുവർ തിയറി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, നിങ്ങളത് കാണാപ്പാഠം പഠിച്ചിട്ട് എക്സാമിന് പോകുന്നു. ഓക്കെ, നിങ്ങൾ ഒരു അഡ്വാൻസ് കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളൊരു നേഴ്സിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങളോട് കുറച്ച് തിയറീസ് പഠിപ്പിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിച്ചു തന്നു. എന്നിട്ട് നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റിങ്ങിന് വിടുന്നു, എന്താണ്, അല്ലെങ്കിൽ ഒരു CA ആയിക്കോട്ടെ, നിങ്ങൾ CMA ആയിക്കോട്ടെ, നിങ്ങൾക്ക് കുറച്ച് നാൾ നിങ്ങൾ ഇന്റർമീഡിയറ്റ് വരെ നിങ്ങൾ എന്ത് പഠിച്ചു? CA പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് വരെ നിങ്ങൾ എന്ത് ചെയ്തു? എന്താ ചെയ്തത്? നിങ്ങൾ അവിടെ കുറേ തിയറീസ് പഠിച്ചു അല്ലേ, തിയറീസും പ്രാക്ടിക്കൽസും പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പഠിച്ചു. നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പിന് പോകുന്ന സമയത്ത് നിങ്ങളൊരു ഫേമിലേക്ക് ചെല്ലുമ്പോൾ പ്രാക്ടിക്കലി എന്താണ് സംഭവിക്കുന്നത്, ഒരു വേൾഡിൽ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ടാക്സ് ഫയൽ ചെയ്യുന്നത്, കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് തരും. ആദ്യമേ നിങ്ങൾ തെറ്റിക്കുമായിരിക്കാം, ചിലപ്പോൾ കുറച്ചൊക്കെ ശരിയാക്കുമായിരിക്കാം. അപ്പോൾ എന്ത് വരും? നിങ്ങളുടെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ നിങ്ങളുടെ സൂപ്പർവൈസർ, മാനേജർ നിങ്ങൾക്ക് വന്നിട്ട് പറഞ്ഞു തരും, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഈ തെറ്റുകൾ നീ വരുത്തി, ഇന്ന മാറ്റങ്ങൾ വരുത്തണം, നീ ചെയ്യുന്ന തെറ്റാണ്, നീ ചെയ്യുന്നത് ശരിയാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന ഇൻസ്ട്രക്ഷൻസ് വരും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരു സൂപ്പർവിഷൻസ് സംഭവിക്കുന്നു അല്ലേ, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നു, നിങ്ങളെ മാനേജ് ചെയ്യുന്നു. അതുവഴി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി നമ്മൾ തന്നെ പഠിക്കും. ജസ്റ്റ് ഒരു ടെക്സ്റ്റിലെ കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും ടെക്സ്റ്റിൽ എഴുതി വെച്ച കാര്യങ്ങൾ മാത്രമാണ് കിട്ടുന്നത്. പക്ഷെ ഓൺ ജോബ് ട്രെയിനിങ് ആകുമ്പോഴോ നമ്മൾ തെറ്റെന്താന്ന് പഠിക്കും, എന്ത് ചെയ്യാൻ പാടില്ലെന്ന് പഠിക്കും, എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കും. ഓക്കെ, പിന്നെന്താണ്? എക്സ്പീരിയൻസ് കോവർക്കേഴ്സ്, നമ്മുടെ കൊളീഗ്സ് എന്താണ്, അവർക്ക് ചിലപ്പോൾ നോളജ് ഉണ്ടായിരിക്കും, അവരിൽ നിന്ന് നമുക്ക് എന്തായിട്ടും ഒരു ഐഡിയാസും ഒക്കെ കിട്ടും. അതാണ് അപ്പോൾ നമ്മൾ തിയറീസ് പഠിക്കുന്നതിന് നല്ലത് നമ്മൾ എന്താണ് ടാസ്ക് ചെയ്ത് നമ്മൾ റിയൽ ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ ചെയ്ത് പഠിക്കുന്നതാണ്, പ്രാക്ടിക്കലി പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? എഡ്യൂക്കേഷൻ കിട്ടി, ട്രെയിനിങ് കിട്ടി, ഹെൽത്ത് ഓക്കെയാണ് എങ്കിൽ എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന് സഹായിക്കുന്നു. Since it enables an employee to learn by carrying out his job actual task, the approach may be beneficial. അപ്പോൾ ഓൺ ജോബ് ട്രെയിനിങ് ഏറ്റവും ബെറ്റർ ആണ്. കാരണം അവൻ എന്താണോ റിയൽ ലൈഫിൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവൻ എന്താണോ ഫേസ് ചെയ്യാൻ പോകുന്നത് അത് കറക്റ്റ് മനസ്സിലാക്കി അവൻ അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നു. Expenditure on migration.
പീപ്പിൾ മൂവ് അറൗണ്ട് ഇൻ സെർച്ച് ഓഫ് ബെറ്റർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ രാജ്യത്തു നിന്ന് ഇപ്പോൾ എന്താണ് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് വന്നു, ഫോറിൻ കൺട്രീസിലേക്ക് പോകുന്നു. എന്താണ്? സ്റ്റഡി അല്ലെങ്കിൽ ജോബിന് വേണ്ടി അല്ലേ, ബെറ്റർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അന്വേഷിച്ചല്ലേ നമ്മുടെ നാട്ടിലേക്ക് SMEസും ഒറീസ എന്നൊക്കെ ആളുകൾ വരുന്നു. അവരെന്തിനാണ്? ബെറ്റർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അന്വേഷിച്ചല്ലേ. പീപ്പിൾ ഹു ആർ അൺഎംപ്ലോയിഡ് ഇൻ റൂറൽ ഏരിയാസ് മൂവ് ടു ദ സിറ്റീസ്. റൂറൽ ഏരിയാസിലൊക്കെ ജോലി ഇല്ലാതിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? അവര് സിറ്റീസിലേക്ക് വരുന്നു. പീപ്പിൾ വിത്ത് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ മൂവ് അബ്രോഡ് ഇൻ സെർച്ച് ഓഫ് ബെറ്റർ പേ. നല്ല സാലറി കിട്ടാനായിട്ട് എന്ത് ചെയ്യുന്നു? ടെക്നിക്കൽ നോളജ് ഉള്ള, ടെക്നിക്കലി സ്കില്ലുള്ള ആളുകൾ അബ്രോഡിലേക്ക് നല്ല പേയ്മെന്റ് കിട്ടാനായിട്ട് ജോലി അന്വേഷിച്ചു പോകുന്നു. ഇറ്റ് റൈസസ് ലിവിംഗ് എക്സ്പെൻസ് ആൻഡ് മൈഗ്രേഷൻ കോസ്റ്റ്, ബട്ട് ഇൻ കമ്പാരിസൺ ടു ദ കോസ്റ്റ് ഓഫ് മൈഗ്രേഷൻ ഇറ്റ് ഇൻക്രീസസ് ഏർണിംഗ്. ആ മൈഗ്രേഷൻ കോസ്റ്റ് ഉണ്ടാകാം, ലിവിംഗ് എക്സ്പെൻസ് ഒക്കെ കൂടാം, പക്ഷെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സാലറി കൂടുന്നു, അല്ലെ ഏർണിങ്സ് കൂടാനായിട്ട് കാരണമാകുന്നു. ഇതെന്തിനു സഹായിക്കുന്നു? ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന് സഹായിക്കുന്നു. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന് സഹായിക്കുന്നു. അടുത്തത് എക്സ്പെൻഡിച്ചർ ഓൺ ഇൻഫോർമേഷൻ. എക്സ്പെൻഡിച്ചർ ഓൺ ഇൻഫോർമേഷൻ. To obtain the information about the labor market, other market expense are incurred. It requires another market expense are incurred. It requires a significant amount of work to find information about educational institutions. Making decisions about the investment in human capital and effectively utilizing the stock of acquired human capital require this information. അതായത് ലേബർ മാർക്കറ്റിനെ പറ്റി, മറ്റ് മാർക്കറ്റുകളെ പറ്റി, എക്കണോമിയെ പറ്റിയുള്ള കൃത്യമായിട്ട് ഇൻഫോർമേഷൻസ് നമ്മൾ തേടേണ്ടതായിട്ടുണ്ട്. എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ സോഴ്സ് അല്ല എഡ്യൂക്കേഷൻ. അപ്പം ബെറ്റർ എഡ്യൂക്കേഷനെ പറ്റി റിസർച്ച് ചെയ്യണം. എഡ്യൂക്കേഷനെ പറ്റി ബെറ്റർ ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലേബർ മാർക്കറ്റിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ എന്താ പഠിച്ചത്? സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റലിനെ പറ്റിയാണ് പഠിച്ചത്. ഫസ്റ്റ് ഹ്യൂമൻ ക്യാപിറ്റലിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കാനുള്ളത് എഡ്യൂക്കേഷൻ സെക്ടറാണ്. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സെക്ടറിനെ പറ്റി. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സെക്ടറിന് വന്ന ഗ്രോത്ത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സെക്ടർ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന് സഹായിക്കുന്നതാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന് എന്ത് ചേഞ്ചസ് ആണ് വന്നത്? ഫസ്റ്റ്, ഇന്ത്യ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ. ഇന്ത്യയിലെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ. ഇന്ത്യയിലെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 3 മസ്റ്റ് അറ്റൻഡ് ദ ക്രിഞ്ചസ് ആൻഡ് ദോസ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 3 and 6 മസ്റ്റ് അറ്റൻഡ് നഴ്സറി പ്രീ സ്കൂൾ. അല്ലേ, നമ്മളെന്താണ് പ്രീ സ്കൂളിലൊക്കെ പോകണ പറഞ്ഞില്ലേ, 3 to 6 വയസ്സിനിടയിലുള്ള കുട്ടികൾ എന്ത് ചെയ്യണം? നഴ്സറി പ്രീ സ്കൂളിലൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്രൈവറ്റ് സെക്ടേഴ്സ് ആണ് കൂടുതലും എന്ത് ചെയ്യുന്നത്? പ്രീ സ്കൂൾ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ പ്രീ പ്രൈമറി ഫെസിലിറ്റീസ് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് സെക്ടറിലാണ് ഉള്ളത്. ഇൻ ഓർഡർ ടു മീറ്റ് ദ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ഗവൺമെന്റ് ഹാസ് എസ്റ്റാബ്ലിഷ് അംഗനവാടീസ് ആൻഡ് ബാലവേദീസ്. അതായത് ഗവൺമെന്റ് എന്ത് ചെയ്തു? അപ്പം നേരത്തെ പറഞ്ഞാൽ പ്രീ സ്കൂളിംഗ് സിസ്റ്റം, പ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ 3 വയസ്സിനും 6 വയസ്സിനുള്ള കുട്ടികൾക്ക് ആ സമയത്താണ് കുട്ടികളുടെ ഉള്ളിലേക്ക് നോളജ് അല്ലെങ്കിൽ അവരുടെ മെമ്മറി പവർക്ക് കൂടി വരുന്ന സമയം, അല്ലെ അവർക്ക് ബെറ്റർ ആയിട്ട് അവർ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഏജ് ആണ് അത്. ആ സമയത്ത് എവിടെ വിടുന്നു? നമ്മൾ പ്രീ സ്കൂളുകൾ വിടുന്നു. നേരത്തെ ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് പ്രൈവറ്റ് സെക്ടേഴ്സിൽ മാത്രമേ പ്രൈവറ്റ് പ്രീ സ്കൂളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഗവൺമെന്റ് ഇതിന്റെ ഡിമാൻഡ് മനസ്സിലാക്കി, ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് ഗവൺമെന്റ് എന്ത് സ്റ്റാർട്ട് ചെയ്തു? അംഗനവാടീസും ബാലവേദീസും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. These institutions facilitate pre-schooling for the middle class as well as weaker section of society. ഹൈ ക്ലാസ് ആളുകൾ ഇപ്പോഴും എന്താണ് എവിടെ വിടുന്നു? പ്രീ സ്കൂളുകളിൽ പ്രൈവറ്റുകൾ വിടുന്നു. അപ്പം ഈ പ്രീ സ്കൂൾ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കാനായിട്ട് എന്താണ് ഫൈനാൻഷ്യലി സ്ട്രെങ്ത് അല്ലാത്ത മിഡിൽ ക്ലാസ്സുകാരെയോ അല്ലെങ്കിൽ വീക്കർ സെക്ഷൻസോ അവർക്ക് എന്ത് ഹെൽപ്പ് ആകുന്നു? ഗവൺമെന്റിന്റെ ഈ അംഗൻവാടീസും ബാലവീഡ്സും ഒക്കെ ഹെൽപ്പ് ആകുന്നു. അപ്പൊ ഇത് മെൻഷൻ ചെയ്യണം കേട്ടോ. എലിമെന്ററി എഡ്യൂക്കേഷൻ. എന്താണ് എലിമെന്ററി എഡ്യൂക്കേഷൻ? ഇറ്റ് കൺസേൺ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14. 6 മുതൽ 14 വയസ്സുള്ള അവരെയാണ് എന്ത് വിളിക്കുന്നത്? എലിമെന്ററി എഡ്യൂക്കേഷനകത്ത് വരുന്നത്. ഓക്കെ, എലിമെന്ററി എഡ്യൂക്കേഷൻ അതായത് 1 മുതൽ 8ാം ക്ലാസ് വരെ ഉള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് എന്താണ് പറയുന്നത്? അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഓൾ ചിൽഡ്രൻ അപ് ടു ദ ഏജ് ഓഫ് 14 വിൽ റിസീവ് ഫ്രീ ആൻഡ് മാൻഡേറ്ററി എഡ്യൂക്കേഷൻ. ഇന്ത്യയിലെ ഭരണഘടന പ്രകാരം 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം കിട്ടിയിരിക്കണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. 14 വയസ്സ് വരെയുള്ള എല്ലാ ഇന്ത്യയിലെ കുട്ടികൾക്കും നിർബന്ധിതമാണ്. ആര് പോകണ്ടെന്ന് പറയാനും, പേരൻസ് വിട്ടില്ലെങ്കിൽ അവർക്കെതിരെ കേസെടുക്കും. നിർബന്ധമായിട്ടും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഗവൺമെന്റ് സ്കൂളുകളാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ 8ാം ക്ലാസ് വരെ ഫീസോ കാര്യങ്ങളൊന്നും വേണ്ട. 9 തൊട്ട് ഗവൺമെന്റിന് ചെറിയ 50 രൂപ 250 രൂപ ഫീസോ എക്സാം ഫീസൊക്കെ അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. അടുത്തത് ഈ ഒരു പോർഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, സെപ്പറേറ്റ് ചോദിക്കുന്നതാണ്. സെപ്പറേറ്റ് എടുത്ത് ചോദിക്കും. വാട്ട് ഈസ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്? എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്? ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഈസ് സെൻട്രലി സ്പോൺസേർഡ് പ്രോഗ്രാം. സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാമാണ്.
that was started in 1987. 1987 ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. Immediately after the Rajiv Gandhi new policy of education of 1986 was released. രാജീവ് ഗാന്ധി NPE 1986 റിലീസ് ചെയ്ത ശേഷമാണ് ആ ഒരു രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ സമയത്താണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത്, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ടു സപ്ലൈ ബെയർ മിനിമം ക്രൂഷ്യൽ ഫെസിലിറ്റീസ് ടു ഓൾ പ്രൈമറി സ്കൂൾ ഇൻ ദ കൺട്രി. രാജ്യത്തെ പ്രൈമറി സ്കൂളുകൾക്ക് ബേസിക് ആയിട്ട് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. രാജ്യത്തെ എല്ലാ പ്രൈമറി സ്കൂളുകൾക്കും, ഒരു പ്രൈമറി സ്കൂൾസ് പ്രവർത്തിക്കണമെങ്കിൽ, പ്രൈമറി സ്കൂൾസ് എന്ന് പറയാമല്ലോ ഒരു 4ാം ക്ലാസ് വരെയുള്ള ആണ് വരുന്നത്. ഇപ്പോൾ ഈ പ്രൈമറി സ്കൂൾസ് പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് കുറച്ച് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്, കുറച്ച് ഫെസിലിറ്റീസ് ആവശ്യമാണ്. അപ്പോൾ രാജ്യത്തെ എല്ലാ പ്രൈമറി സ്കൂളുകൾക്കും ഈ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. The purpose of Operation Blackboard എന്താണ്? is to ensure the provision of minimum essential facilities in primary schools. അതായത് മെറ്റീരിയൽ ഫെസിലിറ്റീസ് ആസ് വെൽ ആസ് ലേണിംഗ് എക്യുപ്മെന്റ്സ്. അതായത് രാജ്യത്തെ പ്രൈമറി സ്കൂളുകൾക്ക് എന്താണ്, അവർക്ക് മിനിമം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പഠിപ്പിക്കാനും അതുപോലെ തന്നെ ലേണിംഗ് എക്യുപ്മെന്റ്സും മെറ്റീരിയൽസും കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുക, പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പദ്ധതിയാണ്. എന്തൊക്കെയാണ് വരുന്നത്? ടു റീസണബിളി ലാർജ് റൂം ദാറ്റ് ആർ യൂസ്ബിൾ ഇൻ ഓൾ വെതർ. എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റിയ ക്ലാസ് മുറികൾ, എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റിയ വലിയ 2 ക്ലാസ് മുറികൾ എല്ലാ സ്കൂളുകളിലും വേണം. ദെൻ നെസസറി ടോയ്സ് ആൻഡ് ഗെയിം മെറ്റീരിയൽസ്. കുട്ടികളാണ്, അപ്പോൾ അവർക്ക് എന്താണ് ഗെയിംസ് ഒക്കെ ആവശ്യമാണ്. അവരുടെ ബുദ്ധി വികസിക്കാനായിട്ട്, അവരുടെ നോളജുകൾ അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ആ ഒരു മെന്റൽ പാറ്റേൺസ് റെഡി ആകാനായിട്ട് അവർക്ക് ടോയ്സും ഗെയിമും കളിച്ച് വളരേണ്ട പ്രായമാണ്. അപ്പോൾ എന്താണ്, നെസസറി ആയിട്ടുള്ള ടോയ്സും ഗെയിം മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുക. ബ്ലാക്ക് ബോർഡ് പഠിപ്പിക്കാൻ എഴുതാനൊക്കെ ബ്ലാക്ക് ബോർഡ്, മാപ്പ്, ചാർട്ടുകൾ, അതർ ലേണിംഗ് മെറ്റീരിയൽസ് ആവശ്യമാണ്. നിങ്ങളിപ്പോൾ ഗവൺമെൻറ് സ്കൂളിലൊക്കെയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളാണെങ്കിൽ മോസ്റ്റ്ലി കാണാം ഇതാണ് ഈ ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ മാപ്പ്, ചാർട്ട് എല്ലാ ക്ലാസ്സുകളിലും വേണമെന്ന് പറയും. ഇതെല്ലാം കമ്പൽസറി ആയിട്ട് സ്കൂളിൽ കണ്ടിരിക്കും. ബിക്കോസ് ഇത് ആവശ്യമാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രകാരം സ്കൂളുകളിൽ ഇത് ഉണ്ടായിരിക്കണം. എന്താണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ? നോൺ ഫോർമൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ മറ്റൊരു ഭാഗമാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. ഇൻ ഓർഡർ ടു അച്ചീവ് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ വാസ് ഇൻട്രൊഡ്യൂസ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് ഹു കുഡ് നോട്ട് അറ്റൻഡ് ഫുൾ ടൈം സ്കൂൾ. മുഴുവൻ സമയം സ്കൂളിൽ പോകാൻ പറ്റാത്ത, ഫുൾ ടൈം ആയിട്ട് സ്കൂളിൽ പോകാൻ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഫോർമൽ എഡ്യൂക്കേഷൻ. അതായത് ഫോർമൽ എഡ്യൂക്കേഷൻ. എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയല്ലേ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ആണ്. എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടിയാലേ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ സെറ്റ് ആകത്തുള്ളൂ. അപ്പോൾ എന്തിനു വേണ്ടി ആ ഒരു യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ ചില ആളുകൾക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചില സ്റ്റുഡൻസിന് പറ്റുന്നില്ല, 14 വയസ്സുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. എ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ഈസ് അവൈലബിൾ ഇൻ ഓൾ സ്റ്റേറ്റ്, റൂറൽ, ട്രൈബൽ, ഡെസേർട്ട്, ഹില്ലി. അതായത് സ്കൂളുകളിൽ ആക്സസ് കിട്ടാത്ത, ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഈ ട്രൈബിൻ്റെ പ്ലേസസ്, ട്രൈബ് ഏരിയാസിലൊക്കെ ആണെങ്കിൽ അവിടെ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, ഒരു സ്കൂളല്ല, ഒരു അധ്യാപകൻ, ഒരു ടീച്ചർ ചെന്നിട്ട് അവിടെ എല്ലാവരെയും ഒരുമിച്ച് അവർക്ക് ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് കാര്യങ്ങളും അക്ഷരങ്ങളും പഠിക്കാനും വായിക്കാനും ഒക്കെ പഠിപ്പിക്കും. ഓക്കെ, ആ ഒരു സിസ്റ്റം ഉണ്ട്. അതാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അഡൾട്ട് എഡ്യൂക്കേഷൻ, അഡൾട്ട് ലിറ്ററസി റേറ്റ്, അതായത് 15 വയസ്സിന് മുകളിലുള്ളവരാണ് അഡൾട്ട് എന്ന് പറയുന്നത്. Adult literacy rate is a percentage of population 15 to 24 years old who can both read and write, understanding a short, simple statement in everyday life. അതായത് 15 മുതൽ 24 വയസ്സിന് വരെയുള്ള ടോട്ടൽ പോപ്പുലേഷൻ്റെ 15 മുതൽ 14 വരെയുള്ള ആളുകളിൽ എത്ര പേർക്ക് വായിക്കാൻ, എത്ര പേർക്ക് എഴുതാൻ, എത്ര പേർക്ക് സിമ്പിളായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അതിനെയാണ് അഡൾട്ട് ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. അഡൾട്ട് ലിറ്ററസി റേറ്റ്. ഓക്കെ, ദ അഡൾട്ട് ലിറ്ററസി റേറ്റ് ഷോൺ ആൻഡ് അപ്വേർഡ് ട്രെൻഡ് ഫോർ ഫീമെയിൽ ആസ് വെൽ എസ് മെയിൽസ്. ഇന്ത്യയിലെ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ അഡൾട്ട് ലിറ്ററസി റേറ്റ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഫീമെയിൽസിനും മെയിൽസിനും അഡൾട്ട് ലിറ്ററസി റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡറി എഡ്യൂക്കേഷൻ വി സ്റ്റാർട്ട് വിത്ത് ക്ലാസ് 9th and 10th, lead to the senior secondary classes. 11th and 12th aims to develop basic skills and analytical abilities. നമ്മൾ 9, 10 അതെന്താണ് സീനിയർ സെക്കൻഡറി ക്ലാസ്സസ്, 11ഉം 12ഉമാണ് സീനിയർ സെക്കൻഡറി ക്ലാസ്സസ്. ഈ ക്ലാസ്സസിലാണ് കുട്ടികളുടെ ബേസിക് സ്കിൽസും അനാലിറ്റിക്കൽ എബിലിറ്റീസും
അനാലിറ്റിക്കൽ എബിലിറ്റീസും ബേസിക് സ്കിൽസും ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ക്ലാസ്സുകളാണിത്. ഇറ്റ് പ്രൊവൈഡ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ഹയർ പ്രൊഫഷൻ ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അതായത് ഹയർ എഡ്യൂക്കേഷനിൽ ഹയർ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലുള്ള ഉയർന്നൊരു വിദ്യാഭ്യാസ മേഖലയായിട്ടുള്ള ചവിട്ടുപടിയാണ് എന്ത് 9, 10, 11, 12 ക്ലാസ്സുകൾ. അവിടെ പഠിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് ഫ്യൂച്ചറിലേക്ക് വളരെ ആവശ്യമായിട്ടുള്ളതും നമ്മുടെ ഫ്യൂച്ചർ എന്തെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം comprises both general and technical education. Higher education എന്ത് വരും? General education വരും, technical education വരും. Higher education has undergone manifold expansion since independence. സ്വാതന്ത്ര്യത്തിന് ശേഷം ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഇന്ത്യയിൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടായി. The number of universities in the country has increased from 27 in 1950 to 51 to 760 in 2014-15. അതായത് 1950-51 സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയിൽ 27 യൂണിവേഴ്സിറ്റികളാണ് ഉണ്ടായിരുന്നത്. 27 യൂണിവേഴ്സിറ്റികളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ 2014-15 ആയപ്പോഴത്തേക്കും 2014-15 സമയത്ത് ഇന്ത്യയിൽ 760 യൂണിവേഴ്സിറ്റിയായി. എത്ര യൂണിവേഴ്സിറ്റിയായി? 760 യൂണിവേഴ്സിറ്റിയായി. അത് 2024 ജനുവരി 29 കണക്ക് പ്രകാരം 2024 ജനുവരി 29 കണക്ക് പ്രകാരം ഇന്ത്യയിൽ 1113 യൂണിവേഴ്സിറ്റികളുണ്ട്. ഇന്ത്യയിൽ എത്ര യൂണിവേഴ്സിറ്റി ഉണ്ട്? 1113. പല മേഖലകളിൽ 1113. ഹെൽത്ത്, ആരോഗ്യ മേഖലയിലാകാം, കാർഷിക മേഖലയാകാം, ജനറൽ എഡ്യൂക്കേഷൻ ആകാം, എഞ്ചിനീയറിംഗ്, അങ്ങനെ പല മേഖലകളിൽ ഇന്ത്യയിൽ 1113 യൂണിവേഴ്സിറ്റികളുണ്ട്. The University Grant Commission അല്ലെങ്കിൽ UGC take measure for the promotion and coordination of university education and the determination and maintenance of standard in teaching, examination, research in universities and allocation and disbursement of grant to them. അതായത് ഇത് MCQ ക്വസ്റ്റ്യൻ ആണ്. ഏത് ഓർഗനൈസേഷനാണ് യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നത്? അതായത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ചെയ്യുന്നതും അത് കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? UGC. അതുപോലെ തന്നെ ടീച്ചിങ്ങിൽ ഒരു സ്റ്റാൻഡേർഡ് വേണം അല്ലേ? ടീച്ചിങ് മേഖല ഒരു സ്റ്റാൻഡേർഡ് വേണം. ആ സ്റ്റാൻഡേർഡ് ഡിറ്റർമൈൻ ചെയ്യുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്ന ആരാണ്? UGC. അതുപോലെ തന്നെ എക്സാമിനേഷൻ കാര്യങ്ങൾ, റിസർച്ച് ആക്ടിവിറ്റീസ് ഇതൊക്കെ നോക്കുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റികൾക്കുള്ള ഗ്രാൻഡുകൾ അലോക്കേറ്റ് ചെയ്യുന്നത്, അത് ഡിസ്പേഴ്സ് ചെയ്യുന്നത് ഒക്കെ ആരാണ്? UGC ആണ്. UGC ആണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ ഹെഡിങ് അല്ലെങ്കിൽ ആ ഒരു അപ്പെക്സ് ബോഡി എന്ന് പറഞ്ഞാൽ. Technical education plays a vital role in human resource development of the country by creating skilled manpower. Technical education നമ്മൾ എന്താ പഠിക്കുന്നത്? സ്കിൽസ് അക്വയർ അല്ലേ? നമ്മൾ വർക്ക് ചെയ്ത് പ്രാക്ടിക്കൽ നോളജിലൂടെയാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കിട്ടുന്നത്. അപ്പോൾ എന്താണ്? ഒരു സ്കിൽഡ് മാൻ പവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നു? ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സഹായിക്കുന്നു. എൻഹാൻസിങ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സഹായിക്കുന്നു. ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാനായിട്ട് സഹായിക്കുന്നു. എന്തൊക്കെ ചെയ്യുന്നു? ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്തൊക്കെ ചെയ്യുന്നു? സ്കിൽഡ് മാൻ പവർ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സഹായിക്കുന്നു, ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാനായിട്ട് സഹായിക്കുന്നു. Since independence, there has been phenomenal expansion of technical education sector in the country. രാജ്യത്തെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ ഇൻഡിപെൻഡൻസിന് ശേഷം ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇന്ത്യയിലെ MCQ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ അപ്പെക്സ് ബോഡി ഏതാണ്? AICTE. A for all India, I for India, C for Council for, T for Technical, E for Education. All India Council for Technical Education, AICTE ആണ് ഇന്ത്യയിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ അപ്പെക്സ് ബോഡി. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെയോ UGC, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ഏതാണ്? AICTE. അടുത്തത് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ ഒരു വലിയൊരു നാഴികക്കല്ല് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെൻ്റ് ആണ് IGNOU. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ IGNOU യൂണിവേഴ്സിറ്റി അല്ലേ? ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. Indira Gandhi National Open University was established by Act of Parliament in 1985. അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് എന്ത്? 1985 IGNOU അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഹാസ് കണ്ടിന്യൂസ്ലി സ്ട്രിവൻ ടു ബിൽഡ് ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നോളജ് സൊസൈറ്റി ത്രൂ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അതായത് ഒരു സൊസൈറ്റിയിൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട് വളരെയേറെ ഹെൽപ്പ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഒരു ഓർഗനൈസേഷനാണ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് IGNOU. It has tried to increase the gross enrollment ratio by offering high quality teaching through open and distance learning. ODL ഏത് മോഡാണ്? ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ്ഡ് മോഡിലാണ്. അതായത്
ഡിസ്റ്റൻസ് മോഡിലൂടെയാണ് എന്ത് കൊടുക്കുന്നത്, എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കറസ്പോണ്ടൻസ് ആയിട്ടോ എന്ത് പഠിക്കാനായിട്ട് പറ്റും, വിദൂര വിദ്യാഭ്യാസ രീതിയിലൂടെയോ ഇഗ്നോയിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ്, ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ കൂട്ടാനായിട്ട് സഹായിച്ചു. ടുഡേ ഇറ്റ്സ് സെർവ് എഡ്യൂക്കേഷണൽ ആസ്പിറൻസ് ഓഫ് ഓവർ 3 മില്യൺ സ്റ്റുഡൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ 3 മില്യൺ സ്റ്റുഡൻസ് ആണ് ഇവിടെ പഠിക്കുന്നത്, ഇഗ്നോയിൽ പഠിക്കുന്നത്. അതർ കൺട്രീസ് ത്രൂ 21 സ്കൂൾസ് ഓഫ്, ഇന്ത്യയിലും വിദേശത്തുമായി 3 മില്യൺ സ്റ്റുഡൻസ് ആണ് ഇഗ്നോയിലുള്ളത്. 21 സ്കൂൾ ഓഫ് സ്റ്റഡീസ് ഉണ്ട്, 21 ഡിപ്പാർട്ട്മെന്റ് സ്കൂൾസ് ഓഫ് സ്റ്റഡീസിലെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. 67 റീജിയണൽ സെന്റേഴ്സ് ഉണ്ട്, 2667 സപ്പോർട്ടിംഗ് സെന്റേഴ്സും 29 പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്, ഓവർസിയർ പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. ഇന്ന് സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, ഡിഗ്രി, ഡോക്ടറൽ അങ്ങനെ 228 കോഴ്സുകൾ ഇപ്പം കൂടിയിട്ടുണ്ട്. 228 കോഴ്സുകളോളം ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം കോളേജുകളിൽ പോയി പഠിക്കാൻ പറ്റാത്തവർക്ക് ഓൺലൈനായിട്ടോ അതല്ലെങ്കിൽ കറസ്പോണ്ടൻസ് ആയിട്ടോ പഠിക്കാനായിട്ട് പറ്റുന്നു. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. എന്താണ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ? The greatest challenge in Indian education system is to provide skilled-based education to the youth to reduce mismatch in demand and supply for skilled workforce and provide an alternative for those pursuing higher education. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമാണ്. എന്താണ്, നല്ല സ്കിൽസ് ഇല്ലാത്തതാണ് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ യൂത്തുകൾ അനുഭവിക്കുന്ന പ്രശ്നം. നല്ല എഡ്യൂക്കേഷൻ കിട്ടി, പക്ഷേ സ്കിൽസ് ഇല്ല, ഒരു വർക്ക് ചെയ്യാനായിട്ടുള്ള സ്കിൽസ് ഇല്ല. അതാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ അനുഭവിക്കുന്ന പ്രശ്നം, ചാലഞ്ച് എന്ന് പറഞ്ഞാൽ. ദ സെൻട്രലി സ്പോൺസേർഡ് സ്കീം ഫോർ വൊക്കേഷണൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ +2 ലെവൽ. +2 നിങ്ങൾക്ക് അറിയാം, നിങ്ങളിപ്പോൾ HSC ആണ്, വേറെ വിഭാഗമുണ്ട് VHSC, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അല്ലേ. +2 ലെവലിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. അവിടെ എന്താണ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് കിട്ടുന്നത്, അല്ലേ, സ്കിൽഡ് ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത്. അതായത് 1988 വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ദ സ്കീം പ്രൊവൈഡ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ സ്റ്റേറ്റ് ടു സെറ്റ് അപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഏരിയ, വൊക്കേഷണൽ സർവേ, പ്രിപ്പറേഷൻ ഓഫ് കരിക്കുലം, ടെക്സ്റ്റ് ബുക്സ്, വർക്ക് കരിക്കുലം ഗൈഡ്സ്, ട്രെയിനിങ് മാനുവൽ, ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം, സ്ട്രെങ്തനിങ് ഓഫ് ദ ടെക്നിക്കൽ സപ്പോർട്ട് സിസ്റ്റം ഫോർ ദ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ട്രെയിനിങ്, ഇവാലുവേഷൻ. അതായത് സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ് ഈ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. പക്ഷേ ഫണ്ടും കാര്യങ്ങളും കൊടുക്കും, ബാക്കി എല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും എക്സാംസ് നടത്തുന്നതും കരിക്കുലം ക്രിയേറ്റ് ചെയ്യുന്നതും ടെക്സ്റ്റ് ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും എല്ലാം ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അടുത്തതാണ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ. എന്താണ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ? GER. എന്താണ് GER? ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ or gross enrollment index is a statistical measure used in education sector. Education sectoril യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ആണ്, ഒരു സ്റ്റാറ്റിസ്റ്റിക് മെത്തേഡ് ആണ് ഗ്രോസ് എൻറോൾമെന്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ. അതായത് യുണൈറ്റഡ് നേഷൻസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. എന്താണ്, ഒരു രാജ്യത്ത് എത്ര സ്റ്റുഡൻസ് എൻറോൾ ചെയ്തിട്ടുണ്ട്, ടോട്ടൽ പോപ്പുലേഷൻസിൽ ടോട്ടൽ സ്റ്റുഡൻസിൽ എത്ര പേര് എന്ത് സംഭവിക്കുന്നു, എലിമെൻ്ററി എഡ്യൂക്കേഷൻ, മിഡിൽ സ്കൂളിൽ, ഹൈസ്കൂൾ എഡ്യൂക്കേഷൻസ് കിട്ടി എത്ര പേര് സ്കൂൾ എൻറോൾ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ്. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് ആക്ച്വൽ സ്റ്റുഡൻസ് എൻറോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ സ്റ്റുഡൻസ് എൻറോൾഡ്. ആക്ച്വൽ സ്റ്റുഡൻസ് ഡിവൈഡഡ് ബൈ പൊട്ടൻഷ്യൽ സ്റ്റുഡൻസ് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ കിട്ടും. ഇതൊരു 2 അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 2 or 3 മാർക്കിന് ഡയറക്റ്റ് ചോദിക്കും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വുമൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. വുമൺ എഡ്യൂക്കേഷൻ, സ്ത്രീകളുടെ വിദ്യാഭ്യാസം. വുമൺ എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്താണ് വുമൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ? വുമൺ എഡ്യൂക്കേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ പ്രൊവൈഡിങ് ദം എക്കണോമിക് ഇൻഡിപെൻഡൻസ് ആൻഡ് എംപവറിംഗ് ദം ടു സേവ് ദം ഫ്രം ദ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഡൊമസ്റ്റിക് വയലൻസ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ. സ്ത്രീകൾക്ക് പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഉണ്ടാവും. അവർക്കൊരു സാമ്പത്തികമായിട്ട് അവരെന്താണ് ഇൻഡിപെൻഡന്റ് ആകും, അല്ലെ, എക്കണോമിക്കലി അവർ ഇൻഡിപെൻഡന്റ് ആകും. അവരുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ല. ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് ഒരു മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിയാണ് നമ്മുടേത്, അല്ലെ, ഒരു മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിയാണ് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് ഫോളോ അപ്പ് ചെയ്ത് വന്നത്. അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്ക് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, പണത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പുരുഷന്മാരുടെ അനുവാദങ്ങൾ വാങ്ങണം, അല്ലെങ്കിൽ അവർക്കൊരു ഇൻഡിപെൻഡൻസ് ഇല്ലാത്തൊരവസ്ഥ വന്നു. അപ്പം വുമൺ എഡ്യൂക്കേഷൻ എന്ത് സഹായിക്കുന്നു? അവർക്കൊരു എക്കണോമിക് ഇൻഡിപെൻഡൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻസിൽ നിന്നും ഡൊമസ്റ്റിക് വയലൻസിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എംപവർ ചെയ്യാനും അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിന് സഹായിക്കുന്നു. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു റൈസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, 5 മാർക്ക്.
It is essential to raise social status of women so that their quality of life can improve. സ്ത്രീകളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാൻ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു, അതുവഴി അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാനായിട്ട് കാരണമാകുന്നു. എഡ്യൂക്കേറ്റിംഗ് വുമൺ ഹെൽപ്പ് പ്രൊമോട്ട് ഫാമിലി വെൽഫെയർ പ്രോഗ്രാംസ് ആൻഡ് ദസ് പോപ്പുലേഷൻ കൺട്രോൾ. ഫാമിലി വെൽഫെയർ പ്രോഗ്രാംസ്, കുടുംബാസൂത്രണം, കുടുംബക്ഷേമ പദ്ധതികൾ ഗവൺമെന്റ് ഫോം ചെയ്യുന്നുണ്ടല്ലോ, പോപ്പുലേഷൻ കൺട്രോളും കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഒരു ഫാമിലി കൺട്രോൾ ചെയ്ത് വെൽഫെയർ ആയിട്ട് പോകേണ്ടത് എന്നൊരു സിസ്റ്റം ഉണ്ട്. ഇത് ഗവൺമെന്റ് ഒരു പ്രോഗ്രാമാണ്. അപ്പം ഈ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന വഴി ഫാമിലി വെൽഫെയർ പ്രോഗ്രാംസിനെ പ്രൊമോട്ട് ചെയ്യാനും അതുവഴി പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനും കാരണമാകുന്നു. Educated women are aware of the importance of health care, thus they take proper care of their family members, contributing to the human capital formations. കാരണം നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് ഒരു ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യുന്നത് ആരാണ്? വുമൻസ് ആണ്. മോസ്റ്റ്ലി ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യുന്നത് ആരാണ്? സ്ത്രീകളാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ സ്ത്രീകളാണ് ഒരു ഫാമിലി മെമ്പേഴ്സിന്റെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും കൺസേൺ ചെയ്യുന്നത്. പ്രോപ്പർ എഡ്യൂക്കേഷൻ സ്ത്രീകൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആരോഗ്യം എങ്ങനെ പരിപാലിക്കണം, അല്ലെങ്കിൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരാൻ സഹായിക്കുകയും അതുവഴി അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ ഹെൽത്തിന്റെ കാര്യങ്ങൾ സ്ത്രീകൾ നോക്കുകയും അതുവഴി ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യാനും കാരണമാകുന്നു. Educating a woman means educating a family. An educated woman can inculcate moral values in her children and facilitate their education. ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവളുടെ ഫാമിലിയെ വിദ്യാഭ്യാസം കൊടുത്തു എന്നാണ് അർത്ഥം. അതായത് ഒരു വിദ്യാഭ്യാസമുള്ള സ്ത്രീ അവരുടെ കുട്ടികളെ എന്ത് ചെയ്യും? നല്ല മോറൽ വാല്യൂസ് അനുസരിച്ച് വളർത്തുകയും അതുപോലെ തന്നെ ആ കുട്ടികൾക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കാനും കാരണമാകുന്നു. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ വീക്ക്നെസ് എന്തൊക്കെയാണ്? ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ വീക്ക്നെസ് എന്തൊക്കെയാണ്? 3 വീക്ക്നെസ് ആണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എഡ്യൂക്കേഷൻ സ്റ്റിൽ കവർ എ ലിമിറ്റഡ് പോപ്പുലേഷൻ ഇൻ ദ കൺട്രി. അതായത് ഇന്ത്യയിലെ പോപ്പുലേഷൻസിന്റെ കുറച്ച് പേർക്ക് മാത്രമേ ഇന്നും വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ളൂ. ദ കൺട്രി സ്റ്റിൽ ഹാസ് 46% ഇലിറ്ററേറ്റ് ഫീമെയിൽസ്, 24% ഇലിറ്ററേറ്റ് മെയിൽസ്. ഇന്ത്യയിലെ പോപ്പുലേഷന്റെ 46% സ്ത്രീകൾക്കും ഇന്നും വിദ്യാഭ്യാസമില്ല. 24% പുരുഷന്മാർക്കും ഇന്ന് വിദ്യാഭ്യാസമില്ലാത്തവർ ഇന്നും ഇന്ത്യയിലുണ്ട്. Unequal accessibility. The opportunity and benefit of education are highly unequal. കാരണം എല്ലാവർക്കും പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. അൺഈക്വൽ ആണ്. ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ അല്ല എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണ്. ഫോർ എക്സാമ്പിൾ, എഡ്യൂക്കേഷൻ ഓഫ് ഫീമെയിൽസ് ഇസ് ഫാർ ലെസ് ദാൻ ദാറ്റ് ഓഫ് മെയിൽസ്. പുരുഷന്മാരെ വെച്ച് സ്ത്രീകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണ്. അവർക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് കിട്ടുന്നില്ല. Irrelevant and poor in quality. The quality of education in terms of its content is low. ഇന്ത്യയിലെ കണ്ടന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി വളരെ കുറവാണ്. There is too much emphasis on general education as compared to technical vocational education. ജനറൽ എഡ്യൂക്കേഷൻ, ബുക്കിഷ് നോളജ്, തിയറി നോളജിനാണ് കൂടുതലും എംഫസിസ് കൊടുക്കുന്നത്, കൂടുതലും ഫോക്കസ് കൊടുക്കുന്നത്. ടെക്നിക്കൽ വൊക്കേഷണൽ എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇതൊക്കെയാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു വീക്ക്നെസ് എന്ന് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ചാപ്റ്റർ പഠിക്കാനുള്ളത്. അപ്പം ബാക്കി നോക്കിക്കഴിഞ്ഞാൽ വീക്ക്നെസ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സെക്ടറിന്റെ വീക്ക്നെസ്, വുമൺ എഡ്യൂക്കേഷന്റെ നീഡ്, ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ, അതുപോലെ തന്നെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഗ്രോത്ത്, എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, പിന്നെ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, ഇത്രയും പഠിക്കണം. ഓക്കെ, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഫിസിക്കൽ ക്യാപിറ്റൽ, ഇത്രയുമാണ് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. MCQ ക്വസ്റ്റ്യൻസ് കുറേ ഇയേഴ്സ് ഞാൻ പറഞ്ഞു, 1988 1986 അങ്ങനെ കുറേ ഇയേഴ്സ് പറഞ്ഞു. ആ ഇയേഴ്സ് ഒന്നും മറക്കരുത്. UGC മറക്കരുത്, AICTE മറക്കരുത്. ഇതെല്ലാം എന്ത് ചെയ്യും? നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കും. ഓക്കെ, ഈ ചാപ്റ്റർ സെറ്റ് അല്ലേ? നന്നായിട്ട് പോയി എക്സാം എഴുതത്തില്ലേ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ? ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അടുത്ത ചാപ്റ്റർ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 6 ആണ്, റൂറൽ ഡെവലപ്മെന്റ്. റൂറൽ ഡെവലപ്മെന്റിനെ പറ്റിയാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ചാപ്റ്റർ 6 ഓഫ് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ്, റൂറൽ ഡെവലപ്മെന്റ്. കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനെ പറ്റി പഠിച്ചു. ഇനി അടുത്ത ചാപ്റ്ററിൽ റൂറൽ ഡെവലപ്മെന്റ്. അപ്പോൾ ഇന്ത്യയിലെ റൂറൽ ഏരിയാസ്, എർബൻ ഏരിയാസ് ഉണ്ട്. റൂറൽ ഏരിയാസിന് ആസ് കമ്പയർഡ് ടു എർബൻ ഏരിയാസ് ഡെവലപ്മെന്റ് കുറച്ച് കുറവാണ്. അപ്പം എല്ലാ ഏരിയയും ഒരേപോലെ ഒരു ഇക്വിറ്റബിൾ ആയിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ റൂറൽ ഏരിയാസിനെ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റൂറൽ ഏരിയാസിലെ ആ ഒരു അറ്റ്മോസ്ഫിയറും ലാൻഡ് റിഫോംസ് എല്ലാം ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? റൂറൽ ഏരിയാസിനെ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം നമുക്കുണ്ട്. അപ്പം റൂറൽ ഏരിയാസിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എന്തെല്ലാം മെഷേഴ്സ് ചെയ്യാം, എന്തെല്ലാം മെഷേഴ്സ് ഉണ്ട് എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിൽ നിന്നും essay ക്വസ്റ്റ്യൻസ് ചോദിക്കും.
എന്താണ് റൂറൽ ഏരിയ ഫോക്കസ് ചെയ്യുന്നത്? റൂറൽ ഡെവലപ്മെന്റ് ഫോക്കസ് ഓൺ ദ ആക്ഷൻ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഏരിയാസ് ദാറ്റ് ആർ ലാഗിംഗ് ബിഹൈൻഡ് ദ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് വില്ലേജ് എക്കണോമി. ടോട്ടൽ വില്ലേജ് എക്കണോമി നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ വില്ലേജ് എക്കണോമിയുടെ ഡെവലപ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ അതിലും താഴെ ഡെവലപ്മെന്റ് ഉള്ള സ്ഥലങ്ങളെ എന്ത് ചെയ്യണം? മുൻപന്തിയിലേക്ക് കൊണ്ടുവരണം. ടോട്ടൽ വില്ലേജ് എക്കണോമി നോക്കിക്കഴിഞ്ഞാൽ അതുമായിട്ട് മാച്ചിങ് അല്ലാതെ അതിലും താഴെ ഡെവലപ്മെന്റ് ഉള്ള ഏരിയാസിനെ എന്ത് കൊണ്ടുവരണം? റൂറൽ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് ഉണ്ട്. റൂറൽ ഡെവലപ്മെന്റിൽ എന്തും വരും? അഗ്രികൾച്ചർ ഡെവലപ്മെന്റും വരും. ഒരു റൂറൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്? കീ ഇഷ്യൂസ് ഏരിയാസ് ഏതൊക്കെയാണ്, ഏതിലാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലേ, അതിന്റെ ഡെവലപ്മെന്റിന് ഫോക്കസ് കൊടുക്കണം. റൂറൽ ഏരിയാസിലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റിന് ഫോക്കസ് കൊടുക്കണം. ലാൻഡ് റിഫോംസിന് ഫോക്കസ് കൊടുക്കണം. പിന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഫോക്കസ് കൊടുക്കണം. പോവർട്ടി വളരെ വലിയൊരു പ്രശ്നമാണ്. പോവർട്ടി ഒരു ചാപ്റ്റർ ഫുള്ളി നമ്മൾ പഠിച്ചു. പോവർട്ടി എലിവേഷൻസ് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ പ്രൊഡക്റ്റീവ് റിസോഴ്സ് ഡെവലപ്പ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? റൂറൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ്. ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ കുറച്ച് മുന്നേ പഠിച്ചു നിർത്തതേ ഉള്ളൂ. എന്താണ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ? ഹ്യൂമൻ റിസോഴ്സസിനെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ രണ്ട് വഴിയാണ് സോഴ്സസ് ഉള്ളത്. ഏതൊക്കെയാണ്? ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്. ആ രണ്ട് കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ രണ്ട് ഏരിയാസിനും ഫോക്കസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. റൂറൽ ഏരിയാസിലെ ഹെൽത്തും അവിടുത്തെ എഡ്യൂക്കേഷനും ഫോക്കസ് കൊടുക്കണം. അവിടുത്തെ ലിറ്ററസി റേറ്റ് ഇൻക്രീസ് ചെയ്യണം അല്ലെ, വിദ്യാഭ്യാസ ആ ഒരു യോഗ്യത ആളുകൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി എന്താണ്? ഫീമെയിൽ ലിറ്ററസി അല്ലെ, സ്ത്രീകളുടെ വിദ്യാഭ്യാസം. റൂറൽ ഏരിയാസിലാണ് ഫീമെയിൽസ് എഡ്യൂക്കേഷൻ ലാഗ് ചെയ്യുന്നത്. അപ്പം അവിടെയുള്ള സ്ത്രീകൾക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കുക. പിന്നെന്താണ്? റൂറൽ ഏരിയാസിലെ ടോട്ടൽ എഡ്യൂക്കേഷൻസ് അതിനുവേണ്ടിയുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അവിടുത്തെ ആളുകളുടെ സ്കിൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ചെയ്യുക. പിന്നെ ഹെൽത്തിന്റെ കാര്യങ്ങളോ? പബ്ലിക് ഹെൽത്ത്, സാനിറ്റേഷൻ, പ്രോപ്പർ ഡ്രിങ്കിങ് വാട്ടർ, പ്രിവെന്റീവ് മെഷേഴ്സ് ഇതൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഹെൽത്ത് ലിറ്ററസി എന്ത് ചെയ്യണം? അതുവഴി ഹ്യൂമൻ റിസോഴ്സ് റൂറൽ ഏരിയാസിൽ ഡെവലപ്പ് ചെയ്യുക. ലാൻഡ് റിഫോം മെഷേഴ്സ് എടുക്കണം. ലാൻഡ് റിഫോംസ്, കാരണം കൂടുതലും അഗ്രികൾച്ചറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഉള്ള ആളുകളാണ് റൂറൽ ഏരിയാസിലുള്ളത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ലാൻഡ് റിഫോം മെഷേഴ്സ് എടുക്കണം. എന്തൊക്കെയാണ് ലാൻഡ് റിഫോം മെഷേഴ്സ്? ഇംപ്രൂവ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. റൂറൽ ഏരിയാസിലെ ആളുകൾ കൂടുതലും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? ഈ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള അല്ലെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ടുള്ള മെഷേഴ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറ്ററീസ്. ഈ ഫാമേഴ്സ് ആണ് കൂടുതലും റൂറൽ ഏരിയാസിലുള്ളത്. അവരെ ചൂഷണം ചെയ്യുന്നവരാണ് ഇന്റർമീഡിയറ്ററീസ് ആണ്. അവരെ ഏറ്റവും കൂടുതൽ ഫാമേഴ്സിന് നഷ്ടം ഉണ്ടാകാൻ കാരണം കുറെ ഇന്റർമീഡിയറ്ററീസ് ആണ്, ഇടനിലക്കാരുടെ ചൂഷണമാണ്. അപ്പൊ ഇന്റർമീഡിയറ്ററീസിനെ മാക്സിമം എന്ത് ചെയ്യണം? അബോളിഷ് ചെയ്യണം. പ്രൊട്ടക്ട് ദ റൈറ്റ് ഓഫ് ടില്ലർ ഓഫ് ദ സോയിൽ. കൃഷി ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യണം? ആ ഭൂമിക്ക് മേലുള്ള അവകാശം അത് കിട്ടാനായിട്ട്. പിന്നെ എലിമിനേഷൻ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൾട്ടിവേറ്റേഴ്സ്. കൃഷിക്കാരെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ അവരുടെ മേലുള്ള അവരോടുള്ള ചൂഷണങ്ങളൊക്കെ ഒഴിവാക്കണം. ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. അടുത്ത ഏത് മേഖല ഡെവലപ്പ് ചെയ്യണം? റൂറൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ അല്ലേ. ഡെവലപ്മെന്റ് ഓഫ് ഇലക്ട്രിസിറ്റി വരണ്ടേ? ഇറിഗേഷൻ, പ്രോപ്പർ ജലസേചനം വേണ്ടേ? ഇറിഗേഷൻ വേണ്ടേ? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കൂട്ടണം. അഗ്രികൾച്ചർ ക്രെഡിറ്റ്, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്, ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്, വില്ലേജ് റോഡുകൾ കൺസ്ട്രക്ട് ചെയ്യുക. പിന്നെ അടുത്ത ഹൈവേസ് അല്ലെങ്കിൽ സിറ്റീസ്, അർബൻ ഏരിയാസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഫീഡർ റോഡുകൾ കൺസ്ട്രക്ട് ചെയ്യുക. പിന്നെ അഗ്രികൾച്ചറിന്റെ റിസർച്ച് ആൻഡ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ റൂറൽ ഏരിയാസിലെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ പോവർട്ടി അലിവേഷൻ മെഷേഴ്സ്. ദാരിദ്ര്യമാണ് ഏറ്റവും കൂടുതൽ റൂറൽ ഏരിയാസിൽ അനുഭവിക്കുന്ന പ്രശ്നം. അപ്പൊ എന്ത് ചെയ്യണം? ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള അല്ലെങ്കിൽ എന്താണ് പോവർട്ടി അലിവേഷൻ മെഷേഴ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. സ്പെഷ്യൽ മെഷേഴ്സ് ഫോർ പോവർട്ടി അലിവേഷൻസ്. അപ്പൊ നോർമലി എന്താണ് പോവർട്ടി അലിവേഷൻ മെഷേഴ്സ് എടുക്കുന്നുണ്ട്. റൂറൽ ഏരിയാസിന് കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇംപ്രൂവ്മെന്റ് ഇൻ ദ ലിവിംഗ് കണ്ടീഷൻ ഓഫ് വീക്കർ സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ. അതായത് സൊസൈറ്റിയിലെ വീക്കർ സെക്ഷൻസിന്റെ ലൈഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള മെഷേഴ്സ് എടുക്കുക. 3 ഡെവലപ്പ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. എന്താണ്? എംപ്ലോയ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പരിധിവരെ പോവർട്ടി ഇല്ലാതാക്കാൻ പറ്റത്തില്ലേ? അപ്പൊ എന്താണ്? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ഡെവലപ്മെന്റിന് വേണ്ടി, അതായത് നമ്മുടെ റിസോഴ്സസ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുക, ഫുള്ളി എഫക്റ്റീവ്ലി യൂസ് ചെയ്യണം. ഫുള്ളി എഫക്റ്റീവ്ലി നമ്മൾ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്യുക.
Then enhanced investment in farm areas and non-farm areas. ഫാമിംഗ് ഏരിയാസിൽ നോൺ ഫാം ഏരിയാസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആര്? റൂറൽ പീപ്പിൾസ്. അപ്പോൾ അവിടെ പ്രോപ്പർ എന്താണ് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും നടത്തുക. ഈ ഒരു വേസിലൂടെ ഇപ്പം നമ്മൾ അഞ്ച് ടൈപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? റൂറൽ ഡെവലപ്മെന്റ് എന്താണ് നേടാൻ പറ്റും. റൂറൽ ഡെവലപ്മെന്റിലേക്ക് വഴിവെട്ടി വെക്കുന്നത് നമ്മൾ പഠിച്ചു. റൂറൽ ക്രെഡിറ്റ് എന്നാണ്. റൂറൽ ക്രെഡിറ്റ് എന്താണ് റൂറൽ ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Rural credit means the provision of loan especially in the production for agriculture and non-agriculture sectors. അപ്പം റൂറൽ ഏരിയാസിൽ അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചർ സെക്ടേഴ്സിലാണ് ആളുകൾ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ അവർക്ക് എന്ത് വേണം? ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ആവശ്യമാണ്, ഫൈനാൻഷ്യൽ റിസോഴ്സസ് ആവശ്യമാണ്. എല്ലാവരുടെയും ഫുള്ളി ഫൈനാൻസ് ഒന്നും കാണത്തില്ല. അപ്പോൾ എന്താണ്? ലോൺ ഫെസിലിറ്റീസ് വേണം. Credit facilities in rural areas have contributed to large increase in agriculture productivity, employment facilities in non-agriculture sectors. അതായത് അഗ്രികൾച്ചർ മേഖലയിൽ ആശ്രയിക്കുന്നവർക്ക് ഈ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കിട്ടാൻ തുടങ്ങിയപ്പോൾ അഗ്രികൾച്ചർ മേഖലയിൽ പ്രൊഡക്ടിവിറ്റി കൂടാനായിട്ട് കാരണമായി. നോൺ അഗ്രികൾച്ചർ സെക്ടേഴ്സിലുള്ളവർക്കാണെങ്കിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പുതിയ എന്താണ് എംപ്ലോയ്മെന്റ് ക്രിയേഷൻസിന് കാരണമായി. റൂറൽ ക്രെഡിറ്റിന് രണ്ട് സോഴ്സസ് ആണുള്ളത്. ഏതൊക്കെയാണ് രണ്ട് സോഴ്സസ്? നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സും ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സും. നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ പണം ഫ്രണ്ട്സിൻ്റെ നിന്ന് വാങ്ങുക, റിലേറ്റീവ്സിൻ്റെ നിന്ന് വാങ്ങുക, അങ്ങനെ കടം വാങ്ങുന്ന അല്ലെങ്കിൽ ചെറിയ ചെറിയ ഏജന്റുകളുടെ നിന്ന് പൈസ കടം വാങ്ങി എന്ത് ചെയ്യുന്നു? നമ്മൾ ക്രെഡിറ്റ് കണ്ടെത്തുന്നു അല്ലെങ്കിൽ ഫൈനാൻസ് കണ്ടെത്തുന്നതാണ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ. ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി, റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുക, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ലോൺ എടുക്കുന്നതാണ്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ പറ്റി 3 അല്ലെങ്കിൽ 4 മാർക്ക്. These societies advance credit to farmers at a reasonable rate of interest. ഒരു ന്യായമായ വിലയിൽ, നോർമലി ലോണിന് കൊടുക്കുന്നതിലും കുറഞ്ഞൊരു തുകയിൽ, ഒരു സബ്സിഡി നിരക്കിൽ എന്ത് ചെയ്യുന്നു? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫാമേഴ്സിന് ലോൺ കൊടുക്കുന്നു. These contribute nearly 30% of rural credit. റൂറൽ ക്രെഡിറ്റിന്റെ 30% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ്, സഹകരണ സംഘങ്ങളാണ് കൊടുക്കുന്നത്. എന്ത് ചെയ്യുന്നു? ടു ഫ്രീ ദ ഫാമേഴ്സ് ഫ്രം ക്ലച്ചേഴ്സ് ഓഫ് മണി ലെൻഡേഴ്സ്. അല്ലെ, ഈ പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നവരില്ലേ, ഈ ചിട്ടിക്കാര് അങ്ങനെയൊക്കെ ഉള്ളവർ എന്താണ് വളരെയേറെ ഫാമേഴ്സിനെ എന്ത് ചെയ്യുന്നു? ചൂഷണം ചെയ്യുന്നുണ്ട്. അവരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. ടു അഡ്വാൻസ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഓൾ ഓവർ ദ കൺട്രി. രാജ്യമെമ്പാടും എന്താണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ടു സ്പ്രെഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഓൾ ഓവർ ദ കൺട്രി. വീണ്ടും അത് ചെയ്തിരിക്കുന്നു. ടു എൻഷുർ ദ ടൈംലി കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ക്രെഡിറ്റ് ടു റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിലുള്ള ആളുകൾക്ക് ആവശ്യമായ സമയത്ത് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കിട്ടാനായിട്ട്. ഇതൊക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രവർത്തിക്കുന്നത്. അടുത്താണ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ്. ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് പ്രൊവൈഡ് ലോങ് ടേം ക്രെഡിറ്റ് അഗെയിൻസ്റ്റ് മോർഗേജ് ഓഫ് ലാൻഡ്. അതായത് നമുക്ക് പണം തരും. ഈ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ലോൺ തരും. അതിന് പകരമായി നമ്മൾ എന്ത് കൊടുക്കണം? ഈട് കൊടുക്കണം. എന്ത് ഈട് കൊടുക്കണം? നമ്മുടെ കയ്യിലുള്ള ലാൻഡ് കൊടുക്കണം. നമ്മുടെ കയ്യിലുള്ള ലാൻഡ് പണയം വെച്ചിട്ട് ലോൺ എടുക്കുന്ന രീതിയാണ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്. ലോങ് ടേം ആണ്. ഓക്കെ, എന്തൊക്കെയാണ്? ടു പ്രൊവൈഡ് ലോങ് ടേം ക്രെഡിറ്റ്. കുറച്ച് കാലത്തേക്കുള്ള ലോൺ, വർഷങ്ങളിലുള്ള 5 വർഷം 10 വർഷം 20 വർഷമൊക്കെയുള്ള ലോൺസ് ആണ് തരുന്നത്. ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ഫോർ പർച്ചേസിംഗ് അഗ്രികൾച്ചർ ഇൻപുട്ട്, കൺസ്ട്രക്ടിങ് പെർമനന്റ് സ്ട്രക്ചർ ഓൺ ലാൻഡ്സ്. അതായത് അഗ്രികൾച്ചർ ലാൻഡേഴ്സ് മറ്റേ ഈ വെയർ ഹൗസ് പണിയാൻ, സ്റ്റോറേജ് പണിയാൻ, അല്ലെങ്കിൽ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ പണിയാൻ, അതുപോലെ തന്നെ എന്താണ് അഗ്രികൾച്ചർ ഇൻപുട്ടുകൾ, മെഷീൻസ്, ടൂൾസ് ഒക്കെ വാങ്ങാനായിട്ടൊക്കെ ഇവർ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അടുത്ത റൂറൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ആഫ്റ്റർ നാഷണലൈസേഷൻ 1969 ആൻഡ് 1918, 1969 ആദ്യമായി നാഷണലൈസേഷൻ ചെയ്ത ബാങ്ക്സ്. പിന്നെ 1980 കൊമേഴ്ഷ്യൽ ബാങ്ക് പ്ലേഡ് എ മേജർ റോൾ ഇൻ അഡ്വാൻസിങ് ക്രെഡിറ്റ്. അപ്പം ഈ റൂറൽ ഏരിയാസിലുള്ള ക്രെഡിറ്റ് അല്ലെങ്കിൽ റൂറൽ ക്രെഡിറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നാഷണലൈസേഷൻ ഓഫ് ബാങ്കിന് ശേഷം കൊമേഴ്ഷ്യൽ ബാങ്ക്സുകൾ എന്തൊക്കെ ചെയ്യുന്നു? ഡയറക്ട്ലി ഹെൽപ്പ് ഫാമേഴ്സ് ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിലെ ഫാർമേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സുകൾ ഹെൽപ്പ് ചെയ്യുന്നു. സ്മോൾ, മീഡിയം, ലോങ് ടേം അങ്ങനെ പല തരത്തിലുള്ള ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ടു ഹെൽപ്പ് ഫാർമേഴ്സ് വിച്ച് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. അവർ അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിനും എന്ത് ചെയ്യുന്നു? ഫാർമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത ടൈപ്പ് ഓഫ് ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്ക്, RRB. RBI എന്നല്ല, RRB. Regional rural banks have been set up to fill the gap in credit structure in the rural areas. റൂറൽ ഏരിയാസിൽ ക്രെഡിറ്റിൻ്റെ ആ ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഇഷ്യൂസിനെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് RRBകൾ സ്റ്റാർട്ട് ചെയ്തത്. They are assigned to open branches in those areas where there are no banking facilities available and to provide credit facility to small and marginal farmers. RRB എവിടെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്? റീജിയണൽ റൂറൽ ബാങ്ക്സ് എവിടെയാണ് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നത്?
ഈ ബാങ്കിങ് ഫെസിലിറ്റീസ് അവൈലബിൾ അല്ലാത്ത ഏരിയാസിലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? RRB, നമ്മുടെ പഞ്ചാബ് ഗ്രാമീൺ ബാങ്ക് അല്ലെങ്കിൽ കേരള ഗ്രാമീൺ ബാങ്ക് അങ്ങനെയൊക്കെയുള്ള ബാങ്ക്സ് ഒക്കെ വരുന്നതാണ്. ഇത് ആർക്കാണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അവർ കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത്? സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, നബാഡ് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. MCQ ക്വസ്റ്റ്യൻ ചോദിക്കും. The committee formed under the chairmanship of B. Shivaraman, a former member of Planning Commission, Government of India in 1979, recommend the need for a new organizational device for providing undivided attention, forceful direction, point focus to credit-related issues linked with rural development. അപ്പോൾ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു മെമ്പറായിരുന്ന, ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ മെമ്പറായിരുന്ന ശ്രീ B. ശിവരാമന്റെ ഒരു ചെയർമാൻഷിപ്പിൽ ഇന്ത്യയിൽ ഒരു കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു 1979. ഓക്കെ, ഇപ്പോൾ 1979 ആരായിരുന്നു? ശ്രീ B. ശിവരാമൻ. അപ്പോൾ ഒരു കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്തു. ആ കമ്മിറ്റി ഒരു കാര്യം റെക്കമെൻഡ് ചെയ്തു, ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണം, ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടി, റൂറൽ ഡെവലപ്മെന്റ് കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട്, റൂറൽ ഏരിയയിലെ ക്രെഡിറ്റ് കാര്യങ്ങൾ, ആ ഇഷ്യൂസിനെ ഫോക്കസ് ചെയ്യാനായിട്ട്, ആ റൂറൽ ഡെവലപ്മെന്റിന് ഡയറക്ഷൻ കൊടുക്കാനായിട്ട്, കൺട്രോൾ ചെയ്യാനായിട്ട്, മാനേജ് ചെയ്യാനായിട്ട് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഇവർ റെക്കമെൻഡ് ചെയ്തു. അങ്ങനെയാണ് ദ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, നബാഡ്, സ്റ്റാർട്ട് ചെയ്തത്. എന്നാണ്? 1981 ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇവരുടെ ഡ്യൂട്ടീസ്? ദ സെർവ് ആസ് ആൻ അപെക്സ് ഫൈനാൻസിംഗ് ഏജൻസി ഫോർ പ്രൊമോട്ടിംഗ് വേരിയസ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിലെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് ഫൈനാൻസ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഫൈനാൻസിങ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് എന്ത്? നമ്മുടെ നബാഡ്. അതിനുള്ള ഫൈനാൻസ് ഫണ്ട് ഒക്കെ കൊടുക്കുന്ന ഒരു ഏജൻസി. Take measures toward institutional building, monitoring, formulation of rehabilitation scheme, restructuring of credit institution, training of persons. റൂറൽ ഡെവലപ്മെന്റിനുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുക, ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കൺട്രോൾ ചെയ്യുക, റീസ്ട്രക്ചർ ചെയ്യുക, പിന്നെ റീഹാബിലിറ്റേഷൻ, റൂറൽ ഏരിയാസിലെ റീഹാബിലിറ്റേഷൻ സ്കീംസുകൾ ഫോർമുലേറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, റൂറൽ ഏരിയാസിന്റെ ഡെവലപ്മെന്റ് കൺട്രോൾ മോണിറ്റർ ഒക്കെ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് നബാഡ്. കോർഡിനേറ്റ് റൂറൽ ഫൈനാൻസിങ് ആക്ടിവിറ്റി ഓഫ് ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻഗേജ് ഇൻ ഡെവലപ്മെന്റ് വർക്ക് അറ്റ് ഫീൽഡ് ലെവൽ. അതായത് റൂറൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ ഫൈനാൻസിങ് ചെയ്യുന്ന ഓർഗനൈസേഷനെല്ലാം കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും നബാഡാണ്. നബാഡ് മെയിൻറ്റെയിൻ ലൈസൻസ് വിത്ത് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഗവൺമെന്റ്, ദ RBI, അതർ നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസേൺ വിത്ത് ദ പോളിസി ഫോർമുലേഷൻ. അതായത് RBI, ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, അതുപോലെയുള്ള നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവരോടെല്ലാം ടൈപ്പ് ചെയ്യും. ഇവരോടെല്ലാം ചേർന്ന് റൂറൽ ഡെവലപ്മെന്റിനുള്ള പദ്ധതികൾ ചെയ്യുന്നതെല്ലാം ആരാണ്? നബാഡാണ്. അഞ്ചാമത്തെ പോയിന്റ്, ഇറ്റ് റീഫൈനാൻസ് ദ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഫൈനാൻസ് റൂറൽ സെക്ടർ. റൂറൽ സെക്ടറിന് ഡെവലപ്മെന്റിന് വേണ്ടി എന്ത് ചെയ്യും? സബ്സിഡി നിരക്കിലാണ് ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത്. സബ്സിഡി നിരക്ക് കൊടുക്കുമ്പോൾ ബാങ്കുകൾക്ക് നഷ്ടമല്ലേ? ആ ഒരു നഷ്ടം നികത്തുന്നത് അല്ലെങ്കിൽ റീഫൈനാൻസ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? നബാഡാണ്. ലാസ്റ്റ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഓർഗാനിക് ഫാമിംഗ്? ഓർഗാനിക് ഫാമിംഗ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അപ്പം ഞാൻ പറയും നബാഡിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കും. ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആണ്, കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ബാങ്കിനെ പറ്റി ഉള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഓർഗാനിക് ഫാമിംഗ്. എന്താണ് ഓർഗാനിക് ഫാമിംഗ്? ഓർഗാനിക് ഫാമിംഗ് ഇസ് എ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് ഫുഡ് നാച്ചുറലി. പ്രകൃതിദത്തമായി നാച്ചുറലി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. ദിസ് മെത്തേഡ് അവോയ്ഡ് യൂസ് ഓഫ് സിന്തറ്റിക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. അതായത് സിന്തറ്റിക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ, പിന്നെ മറ്റേതാണ് ഈ ലാബുകളിൽ അങ്ങനെ ജനറ്റിക്കലി മോഡിഫൈഡ് ഉള്ള ഓർഗനൈസേഷൻസിൻ്റെ ഒന്നും ഹെൽപ്പില്ലാതെ നാച്ചുറലി, അതായത് പ്രകൃതിയിലുള്ളത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നാച്ചുറലായിട്ട് എന്ത് ചെയ്യുന്നു? കൃഷി ചെയ്യുന്ന രീതി. ഓക്കെ, ഈ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് ഇങ്ങനെയുള്ള കൃഷിക്ക് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻസൈംസ് ഇതിനൊന്നും ജനറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, യാതൊരു കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ചെയ്തില്ല, എല്ലാം നാച്ചുറലി മാത്രം കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് വെരി എക്കോ ഫ്രണ്ട്ലി, അല്ലേ? എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ലേ? സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു കൃഷി രീതിയാണ് ഓർഗാനിക് ഫാമിംഗ്. ഇറ്റ് ഹാസ് സീറോ ഇമ്പാക്ട് ഓൺ എൻവയോൺമെന്റ്. പ്രകൃതിക്ക് യാതൊരു ദോഷവും ഇതുമൂലം സംഭവിക്കുന്നില്ല. ഓർഗാനിക് ഫാമിങ്ങിന്റെ അഡ്വാൻറ്റേജസ് പഠിക്കണം. 5 പോയിന്റ് ഉണ്ട്, 5 പോയിന്റും പഠിച്ചിട്ട് പോകണം.
It remove the use of costly agriculture input such as HYV seed, chemical fertilizers, pesticides. മൊത്തം പഠിക്കാൻ പറ്റാത്തവർക്ക് it remove the use of costly agriculture input വരെ പഠിച്ചാൽ മതി. അതായത് HYV സീഡ്സ് സെക്കൻഡ് യൂണിറ്റ് പഠിച്ചല്ലേ, ഗ്രീൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് HYV സീഡ്സ് ഉപയോഗിക്കുന്നു, ഹൈ ഈൽഡ് വെറൈറ്റി സീഡ്സ് ഉപയോഗിക്കുന്നു. അത് യൂസ് ചെയ്യാതായി, അതിനൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വളരെ കോസ്റ്റ്ലിയാണ്, അത് ഉപയോഗിക്കുന്നില്ല. പെസ്റ്റിസൈഡ്സ് അങ്ങനെയുള്ള ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള അഗ്രികൾച്ചർ ഇൻപുട്ടുകളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. Then it generates income through export as demand for organically grown crops is on the rise. ഓർഗാനിക് ഫാമിങ്ങിലൂടെയുള്ള ഈ ക്രോപ്സിന് നിങ്ങളിപ്പം ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ എറണാകുളം സൈഡിലൊക്കെ ഒത്തിരി കാണാൻ പറ്റും, ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഷോപ്സ് കാണാനായിട്ട് പറ്റും. ഈ ഓർഗാനിക് ഫാമിങ്ങിലൂടെ പ്രൊഡ്യൂസ് ചെയ്ത ഈ അഗ്രികൾച്ചർ ഇൻപുട്ടുകൾക്ക് ഔട്ട്പുട്ടുകൾക്ക് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ക്രോപ്സിന് ഭയങ്കര ഡിമാൻഡാണ്. എക്സ്പോർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഡിമാൻഡ്, നല്ല ക്യാഷ് കിട്ടും. It to provide healthy food as an organically grown food has more nutritional value than food grown through chemical farming. Chemical fertilizers, pesticides ഉപയോഗിച്ച് കൃഷി ചെയ്ത പ്രൊഡക്റ്റുകളെയും അഗ്രികൾച്ചർ പ്രൊഡക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഓർഗാനിക് ഫാമിങ്ങിലെ ഫുഡ് ഹെൽത്തിയാണ്, വളരെ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതാണ്. It can provide more employment opportunity in India as it requires more labor for production than chemical produced goods. കെമിക്കലി പ്രൊഡ്യൂസ് ആകുമ്പോൾ നമ്മൾ ഒത്തിരി ഫാമേഴ്സ് ഒന്നും ആവശ്യമില്ല, നടുവ കുറച്ച് മരുന്നൊക്കെ അടിച്ചിങ്ങനെ പോയാൽ മതി, ലേബേഴ്സ് വളരെ കുറവ് മതി. പക്ഷേ ഓർഗാനിക് ഫാമിംഗ് ആകുമ്പോൾ വളരെ പ്രോപ്പർ കെയറിങ്ങും കാര്യങ്ങളൊക്കെ വേണം, കൂടുതലും ചെയ്യുന്ന മാനുവലി ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ വരുമ്പം ഒത്തിരി ലേബേഴ്സിന് ആവശ്യമാണ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു. Organic food is pesticide free, is produced in an environment sustainable way. എന്താണ് എൻവയോൺമെന്റ് എക്കോ ഫ്രണ്ട്ലി ഒരു രീതിയിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, കുറച്ച് പോരായ്മകളുണ്ട്. എന്തൊക്കെയാണ് ആ പോരായ്മകൾ? മോസ്റ്റ് കെയർ ഷുഡ് ബി ടേക്കൺ ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. നല്ല ശ്രദ്ധ വേണം, കാരണം കീടങ്ങൾ, പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെയുള്ള ബാക്ടീരിയ, ഫംഗൽ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. രോഗങ്ങളൊക്കെ പിടിപെടാം, പെട്ടെന്ന് കൃഷി നശിച്ചു പോകാം. പ്രോപ്പർ കെയറിങ് കാര്യങ്ങളും വേണം. Organic farming need to be popularized by creating awareness and willingness on the part of farmer to adopt new method. കാരണം എല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, കാരണം വളരെ എഫേർട്ട് എടുക്കേണ്ടതാണ്, നല്ല ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ളതാണ്, ആരും പെട്ടെന്ന് റെഡി ആകത്തില്ല. അപ്പം ഈ ഒരു മെത്തേഡിലേക്ക് ആളുകളെ മാറ്റണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള അവയർനെസ് ഒക്കെ എന്ത് കൊടുക്കണം, ഫാമേഴ്സിന് കൊടുക്കണം. ദർ ഇസ് നോ പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ ഓർ മാർക്കറ്റിംഗ് ഫെസിലിറ്റി ഫോർ പ്രൊഡക്റ്റ് അലോൺ. ഈ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഒരു മാർക്കറ്റോ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒന്നും നമ്മുടെ നാട്ടിൽ ഇതുവരെയും അവൈലബിൾ അല്ല. ആൻഡ് അപ്രോപ്രിയേറ്റ് അഗ്രികൾച്ചർ പോളിസി ഷുഡ് ബി ബ്രോട്ട് ഇൻ ദ ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാമിംഗിന് വേണ്ടി പ്രത്യേക പോളിസീസും കാര്യങ്ങളും ഒന്നുമില്ല, അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദ ഈൽഡ് ഫ്രം ഓർഗാനിക് ഫാമിംഗ് ആർ ലോവർ ദാൻ തോസ് ഫ്രം മോഡേൺ അഗ്രികൾച്ചർ ഫാമിംഗ് ഇൻ ദ ഇനിഷ്യൽ ഇയേഴ്സ്. ഓർഗാനിക് ഫാമിംഗ് തുടങ്ങുമ്പോൾ വലിയ ഈൽഡ് ഒന്നും കാണത്തില്ല ആസ് കമ്പയർ ടു കെമിക്കൽ ഫാമിംഗ്. പിന്നെ ഈ സ്മോൾ മാർജിനൽ ഫാമേഴ്സിന് വളരെ ബുദ്ധിമുട്ടാണ്, കാരണം നല്ല ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസ്. ഇത്രയാണ് നിങ്ങളുടെ ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഓർഗാനിക് ഫാമിംഗ് എന്താണ്, അഡ്വാൻറ്റേജ് എന്താണ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്താണ്, പിന്നെ നബാർഡ് എന്താണ്, അതിൻ്റെ ഡ്യൂട്ടീസ് എന്താണ്, പിന്നെന്താണ് സോഴ്സസ് ഓഫ് റൂറൽ ക്രെഡിറ്റ് എന്താണ്, അതിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ്, പിന്നെന്താണ് നമ്മുടെ റൂറൽ ഡെവലപ്മെന്റിനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ്, കീ ഇഷ്യൂസ് എങ്ങനെ സോൾവ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചുകൊണ്ട് പോകണം. ഓക്കെ, MCQs നമ്മൾ ഡീൽ ചെയ്തു, തിയറി ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്തു. ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോകാം, നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ ഈ ചാപ്റ്റർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനാണ് ചാപ്റ്റർ 7, എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. വലിയ കോൺസെപ്റ്റ് ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ലാസ്റ്റ് ഒരു കുറച്ച് തിയറി പാർട്ട് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ജസ്റ്റ് 3 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. എംപ്ലോയ്മെന്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ തുടങ്ങാം. വർക്കേഴ്സ് ആൻഡ് എംപ്ലോയ്മെന്റ്. നമുക്കൊരു ജസ്റ്റ് ഒരു ബ്രീഫ് നോക്കിയാലോ. All the activities contribute to the gross national product are called economic activities. എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് പഠിക്കുന്ന കാര്യമാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണ്, അല്ലേ? എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണ്? മിൻസിമാം പഠിപ്പിച്ചതല്ലേ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണെന്ന്. അപ്പം എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്കണോമിക് ആക്ടിവിറ്റി, അല്ലെങ്കിൽ മണി ഒരു ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന activities ആണ് economic activity. All those who are engaged in economic activities are called workers. Economic activity ചെയ്യുന്നവരെല്ലാം നമ്മൾ എന്ത് വിളിക്കും, workers എന്ന് വിളിക്കും, അല്ലേ? In India, there are many different aspects to the employment. Employment സംബന്ധിച്ച് ഇന്ത്യയിലെ ആസ്പെക്റ്റുകൾക്ക് വളരെ വ്യത്യാസമുണ്ട്. A few people work full time during the year
ആൻഡ് വൈൽ അതേഴ്സ് ഓൺലി വർക്ക് എ ഫ്യൂ മന്ത്സ്. ഇന്ത്യയിലെ ഒരു എംപ്ലോയ്മെന്റ് സ്ട്രക്ചർ അനുസരിച്ച് ചില ആളുകൾ വർഷത്തിൽ ഫുൾ ഡേയ്സ് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഫുൾ ഇയർ വർക്ക് ചെയ്യുന്നവരുണ്ട്. ചില ആൾക്ക് ഫ്യൂ മന്ത്സ് മാത്രമേ വർക്കിംഗ് ഉള്ളൂ. മെനി പീപ്പിൾ ഡു നോട്ട് റിസീവ് ആഡിക്വേറ്റ് കോമ്പൻസേഷൻ ഫോർ ദെയർ ലേബർ. ഇന്ത്യൻ സ്ഥിതി അനുസരിച്ച് അവർ ചെയ്യുന്ന തൊഴിലിന് തക്കതായിട്ടുള്ള പ്രതിഫലം പോലും, ആഡിക്വേറ്റഡ് ഉള്ള ഒരു പേയ്മെന്റ് പോലും കിട്ടാത്തവര് ഇന്ത്യയിലുണ്ട്. സൈമിൾട്ടേനിയസ്ലി എവരി വൺ ഇൻവോൾവ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ് കൗണ്ടഡ് ആസ് എംപ്ലോയ്മെന്റ്. അപ്പൊ എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യുന്ന എല്ലാവരെയും പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അപ്പം എന്ത് വിളിക്കും? വർക്കേഴ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ എംപ്ലോയിഡ് എന്ന് പറയും. വർക്കർ എന്ന് പറഞ്ഞാൽ ആരാണ്? വർക്കർ ആരാണ്? വർക്കർ, എ വർക്കർ ഈസ് എ പേഴ്സൺ ഹു വർക്ക് ഫോർ ലിവിംഗ് ബൈ എൻഗേജിങ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിൽ എൻഗേജ് ആയിട്ടിരിക്കുന്ന ആളുകളെയാണ് എന്ത് വിളിക്കുന്നത്? വർക്കേഴ്സ് എന്ന് വിളിക്കുന്നത്, അല്ലേ? അവരുടെ ബേസിക് നെസസിറ്റീസ് ഫുൾഫിൽ ചെയ്യാണ്ടല്ലേ വർക്ക് ചെയ്യുന്നേ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ചോദിക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. 3 or 4 മാർക്സ്. കാഷ്വൽ വേജ് ലേബർ ആരാണ്? കാഷ്വൽ വേജ് ലേബർ? റെഫർ ടു ദ എംപ്ലോയീസ് ഹു ആർ നോട്ട് എംപ്ലോയിഡ് ബൈ ദെയർ എംപ്ലോയർ ഓൺ എ റെഗുലർ ഓർ ലോങ് ടേം ബേസിസ്. ഒരാൾക്ക് എ എന്ന് പറയുന്ന വ്യക്തിക്ക് ബി ഒരു ജോലി കൊടുത്തു, പക്ഷേ ഈ ജോലി സ്ഥിരമല്ല, റെഗുലർ ജോബ് അല്ല, അല്ലെങ്കിൽ ലോങ് ടേം ജോബ് അല്ല, ഒരു കുറേ കാലത്തേക്കുള്ള ജോബ് അല്ല. ജോബ് കൊടുത്തു, എംപ്ലോയർ ജോബ് കൊടുത്തു, പക്ഷെ ആ ഒരു ജോബ് ലോങ് ടേം അല്ല, റെഗുലർ ജോബ് അല്ല. അങ്ങനെയുള്ളതാണ് കാഷ്വൽ വേജ്, ഒരു ടെമ്പററി ജോലി. Unlike regular employees, they are not eligible for social security benefit. പെൻഷനോ ഗ്രാറ്റുറ്റിയോ ഡിയോ ടിയോ ഇങ്ങനെയുള്ള സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റുകൾ ഒന്നും കിട്ടാനായിട്ട് ആർക്ക് കിട്ടുന്നില്ല? കാഷ്വൽ വേജ് വർക്കേഴ്സിന് കിട്ടുന്നില്ല. കാഷ്വൽ വേജ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് ആരാണ്? എംപ്ലോയർ ജോലി കൊടുത്തു, പക്ഷെ ആ ജോലി ചെയ്യുന്നത് എങ്ങനെയാണ്? അവരെ റെഗുലർ ബേസിസിലോ ലോങ് ടേം ബേസിസിലോ ഒന്നുമല്ല. പിന്നെ ഇവർക്ക് എന്താണ്? സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റുകൾ ഒന്നും തന്നെ കിട്ടുന്നില്ല. അപ്പം ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും റെഗുലർ വർക്കേഴ്സ്. റെഗുലർ വർക്കേഴ്സ് ആർ ദോസ് ഹു ആർ പെർമനന്റ് ജോബ് വിത്ത് ദെയർ എംപ്ലോയർ. എംപ്ലോയറെ കിട്ടിയ ജോബ് പെർമനന്റ് ആണ്, സ്ഥിര ജോലിയാണ്. റിസീവ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്, പെൻഷന്, പ്രൊവിഡന്റ് ഫണ്ട്, അങ്ങനെയുള്ള സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റുകളെല്ലാം കിട്ടുന്നവരാണ് ആര്? റെഗുലർ വർക്കേഴ്സ്. ഓക്കെ, അടുത്തത് ഒരു കോൺസെപ്റ്റ് ആണ്, 2 മാർക്കിനൊക്കെ ചോദിച്ച് കാണുന്നതാണ്. കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. എന്താണ് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ദ പ്രോസസ് ഓഫ് മൂവിംഗ് ഫ്രം സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് റെഗുലർ സാലറി എംപ്ലോയ്മെന്റ് ടു കാഷ്വൽ വേജ് വർക്ക് ഈസ് നോൺ ആസ് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. സെൽഫ് എംപ്ലോയ്മെന്റ്, സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകളോ, സെൽഫ് എംപ്ലോയ്മെന്റിലുള്ള ആളുകളോ, അല്ലെങ്കിൽ സാലറീഡ് എംപ്ലോയിഡ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളോ ഏതിലേക്ക് മൂവ് ചെയ്യുന്നു? കാഷ്വൽ വേജിലേക്ക് മൂവ് ചെയ്യുന്നു. എന്തിലേക്ക് മൂവ് ചെയ്യുന്നു? കാഷ്വൽ വേജ് വർക്കിലേക്ക് മൂവ് ചെയ്യുന്നു. സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്തിരുന്നവരോ സാലറി എംപ്ലോയ്മെന്റ് ചെയ്തിരുന്നവരോ കാഷ്വൽ വേജ് വർക്കിലേക്ക് മൂവ് ചെയ്യുന്നു. ആ ഒരു മൂവ്മെന്റ്, അങ്ങനെ അവർ ആ വർക്കിംഗ് മാറുന്നു, അവരുടെ വർക്കിംഗ് സ്റ്റൈൽ മാറുന്നു. അതിനെയാണ് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. വർക്ക് ഫോഴ്സ് കാഷ്വൽ വേജ് ലേബേഴ്സ് ആയി മാറുന്നു. അതിനെയാണ് കാഷ്വൽ വർക്ക് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്താണ്? പ്രോസസ് ഓഫ് മൂവിംഗ് ഫ്രം സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് റെഗുലർ സാലറീഡ് എംപ്ലോയ്മെന്റ് ടു കാഷ്വൽ വേജ് വർക്കേഴ്സ് ഇസ് നോൺ ആസ് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ഇനി നമ്മുടെ അൺഎംപ്ലോയ്മെന്റ്, രാജ്യങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് അൺഎംപ്ലോയ്മെന്റ്. നമ്മുടെ എക്കണോമി അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് നമുക്ക് 2 ആയിട്ട് തിരിക്കാം. 1 റൂറൽ ഏരിയാസിലേത്, 2 ഏർബൻ ഏരിയാസിലേത്. അൺഎംപ്ലോയ്മെന്റിന് വ്യത്യാസമുണ്ട്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏർബൻ ഏരിയാസിലെ അൺഎംപ്ലോയ്മെന്റിനെ പറ്റിയാണ്, നഗരപ്രദേശങ്ങളിൽ ഉള്ളത്. ഇൻഡസ്ട്രിയൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. എന്താണ് ഇൻഡസ്ട്രിയൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ? ദ ടേം ഇൻഡസ്ട്രിയൽ അൺഎംപ്ലോയ്മെന്റ് ഡിസ്ക്രൈബ് ദ ജോബ്ലെസ് എമംഗ് ദോസ് സീക്കിംഗ് എംപ്ലോയ്മെന്റ് ഇൻ ഇൻഡസ്ട്രിയൽ സെറ്റിംഗ്സ്. ഇൻഡസ്ട്രിയൽ മേഖലകളിൽ, വ്യാവസായിക മേഖലയിൽ ജോലി അന്വേഷിക്കുന്ന, അല്ലെ അവിടെ ജോലി സീക്ക് ചെയ്യുന്ന ആളുകൾ, ജോലി അന്വേഷിക്കുന്ന ആളുകളാണ്, അല്ലെ ആ മേഖലയിൽ ജോലിക്ക് തയ്യാറാകുന്ന ആളുകൾക്ക് തൊഴിലില്ലാത്തൊരവസ്ഥ. എന്താണ്? jobless among those seeking employment in industrial settings. ഇൻഡസ്ട്രിയൽ സെറ്റിംഗ്സിൽ ജോബ് സീക്ക് ചെയ്യുന്ന ആളുകൾക്ക് ജോബ് ഇല്ലാത്തൊരവസ്ഥ, അതാണ് ഇൻഡസ്ട്രിയൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാലോ, ദ ടേം എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് റെഫർ ടു ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ആൻ എഡ്യൂക്കേറ്റഡ് ഇൻഡിവിജ്വൽ ലാക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഈസ് അൺഎബിൾ ടു ഫൈൻഡ് എ സ്യൂട്ടബിൾ ജോബ് ഓർ വർക്ക് ഫോർ ദംസെൽവ്സ്. അതായത് എഡ്യൂക്കേറ്റഡ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ ഇൻ വിച്ച് ആൻ എഡ്യൂക്കേറ്റഡ് ഇൻഡിവിജ്വൽ, വിദ്യാഭ്യാസമുണ്ട്, പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടിയ ഒരാളാണ്, അയാൾക്ക് എന്താണ്,
അയാൾക്ക് വേണ്ട എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടി അയാൾക്കൊരു അയാൾക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ അയാൾക്ക് ഒരു അയാളുടെ എഡ്യൂക്കേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലി ഇല്ലാത്ത ഒരു അവസ്ഥ. അതാണ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇനി റൂറൽ ഏരിയാസിലെ അൺഎംപ്ലോയ്മെന്റുകളെ പറ്റി പഠിക്കണം. റൂറൽ ഏരിയാസിലെ അൺഎംപ്ലോയ്മെന്റ് സീസണൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഫർ ടു ജോബ് ലോസ് ദാറ്റ് ഹാപ്പൻ ഡ്യൂറിങ് സ്പെസിഫിക് ടൈം ഓഫ് ദ ഇയർ. അതായത് ഈ ഫിഷിങ്, ഫാമിങ്, അഗ്രികൾച്ചർ ഇൻഡസ്ട്രികളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് വർഷത്തിന്റെ ചില സമയങ്ങളിൽ തൊഴിലില്ലാത്ത അവസ്ഥ വരും. ഫിഷിംഗ് എന്നുള്ളതാണെങ്കിൽ എന്താണ്? ഈ ട്രോളിംഗ് നിരോധനം വരുന്ന സമയങ്ങളിൽ അവർക്ക് കടലിൽ പോയി മീൻ പിടിക്കാനായിട്ട് പറ്റത്തില്ല. ആ സമയങ്ങളിൽ അവർക്ക് തൊഴിലില്ല, അവർ അൺഎംപ്ലോയ്ഡ് ആണ്. ഫാമേഴ്സിനൊക്കെ ആണെങ്കിൽ, കൃഷിക്കാർക്കൊക്കെ ആണെങ്കിൽ മഴ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ വിന്റർ സമയങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. ചില സമയങ്ങളിൽ മാത്രമേ അവർക്ക് തൊഴിലുള്ളൂ. അപ്പൊ അതാണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ചില സീസൺ അല്ലെങ്കിൽ ചില പീരീഡിൽ മാത്രം തൊഴിലുള്ള അവസ്ഥ, മറ്റു സമയങ്ങളിൽ തൊഴിലില്ലാത്ത അവസ്ഥ. Disguised unemployment. When there are more people working than or actually needed, it is referred to as disguised unemployment. ആവശ്യത്തിൽ കൂടുതൽ ആളുകളാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ജോബിന് വേണ്ടത് 10 എംപ്ലോയീസ് ആണ്, പക്ഷെ 15 പേര് വർക്ക് ചെയ്യുന്നു. അപ്പൊ അതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. വെൻ ദർ ആർ മോർ പീപ്പിൾ വർക്കിംഗ് ദാൻ ആക്ച്വലി നീഡഡ്. ആക്ച്വലി വേണ്ടതിൽ കൂടുതൽ ആളുകൾ ഒരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നു. ഫോർമൽ സെക്ടറും ഇൻഫോർമൽ സെക്ടറും ഉണ്ട്. ഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? The term formal sector refer to all governmental and private business that employ 10 employees or more. എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളെയും എല്ലാ ഗവൺമെന്റ് ഓർഗനൈസേഷനും എവിടെ വരും? ഫോർമൽ ആണ്. എല്ലാ ഗവൺമെന്റ് ഓർഗനൈസേഷൻസും എന്താണ്? എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഫോർമൽ സെക്ടറാണ്. പിന്നെ പ്രൈവറ്റ് സെക്ടേഴ്സ് ഫോർമൽ ആകണമെങ്കിൽ അവിടെ 10 or more employees ഉണ്ടാകണം. 10 or more employees. എല്ലാ ഗവൺമെന്റ് ഓർഗനൈസേഷൻസും എന്താണ്? ഓൾ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ആർ ഫോർമൽ സെക്ടേഴ്സ്. പിന്നെ പ്രൈവറ്റ് സെക്ടേഴ്സ് വരുമ്പോൾ അവിടെ എത്രയാണ്? 10 or more employees ഉണ്ടായിരിക്കണം. ഇൻഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാലോ ഓൾ പ്രൈവറ്റ് ബിസിനസ് ദാറ്റ് എംപ്ലോയ് ഫ്യൂവർ ദാൻ 10 പീപ്പിൾസ്. അപ്പം എൻ്റെ ഓപ്പോസിറ്റ് ഗവൺമെന്റ് വരത്തില്ല, പ്രൈവറ്റിൽ 10ൽ താഴെ ജോലിക്കാരുള്ള എംപ്ലോയീസ് ഉള്ള എല്ലാ ഓർഗനൈസേഷൻസിനെ എന്ത് വിളിക്കും? ഇൻഫോർമൽ സെക്ടർ എന്ന് വിളിക്കും. ഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും 10ഓ അതിൽ കൂടുതലോ എംപ്ലോയീസ് ഉള്ള സ്ഥാപനങ്ങളെയുമാണ്. ഇൻഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാലോ പ്രൈവറ്റ് ബിസിനസ്സുകളാണ്. പ്രൈവറ്റ് ബിസിനസ്സുകളിൽ 10ൽ താഴെ എംപ്ലോയീസ് ഉള്ളത്. എന്താണ് ലേബർ ഫോഴ്സ്? ക്വസ്റ്റ്യൻ ചോദിക്കും, പ്രോബ്ലം ചോദിക്കും. എന്താണ് ലേബർ ഫോഴ്സ്? ലേബർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സൺസ് വർക്കിംഗ്, ജോലി ചെയ്യുന്നവര് അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവര്. അവർക്ക് ജോലിയുണ്ട്. പേഴ്സൺ സീക്കിംഗ് ആൻഡ് അവൈലബിൾ ഫോർ വർക്ക്, ജോലി അന്വേഷിക്കുന്ന അല്ലെ വർക്ക് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ആളുകൾ. ജോലി ചെയ്യുന്നവരെ, ജോലി അന്വേഷിച്ചും ജോലിക്ക് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ആളുകളും ഉണ്ടെങ്കിൽ അവരെയാണ് ലേബർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്? പീപ്പിൾ വിത്ത് ആൻ ഏജ് ഓഫ് എബോവ് 66, 66 വയസ്സിന് മുകളിലുള്ളവരോ അല്ലെങ്കിൽ 15 വയസ്സ് താഴെയുള്ളവരോ, ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസ്, പിന്നെന്താണ്? പീപ്പിൾ ഹു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ വർക്കിംഗ് ആർ നോട്ട് ഇൻക്ലൂഡഡ്. ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരൊന്നും ലേബർ ഫോഴ്സ് ഇല്ല. ലേബർ ഫോഴ്സ് ആരൊക്കെ ഉണ്ട്? പേഴ്സൺസ് വർക്കിംഗ്, തൊഴിൽ ചെയ്യുന്നവര്, പിന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർ, ജോബ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആളുകൾ. ഇവരൊക്കെയാണ് ഇവിടെ വരുന്നത് ലേബർ ഫോഴ്സിൽ. ആരൊക്കെ ഇൻക്ലൂഡഡ് അല്ല? 66 വയസ്സിന് മുകളിലുള്ളവര്, 15 വയസ്സിന് താഴെയുള്ളവര്, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ്, പിന്നെ അതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അവരൊന്നും ഇൻക്ലൂഡഡ് അല്ല. വർക്ക് ഫോഴ്സസ് എന്ന് പറഞ്ഞാലോ നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ ആക്ച്വലി എംപ്ലോയ്ഡ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ഈസ് നോൺ ആസ് വർക്ക് ഫോഴ്സ്. ആക്ച്വലി ജോലി ചെയ്യുന്ന ആൾക്കാർ. ലേബർ ഫോഴ്സ് എന്നാണ് ജോലി ചെയ്യുന്നവരും ജോലി ചെയ്യാൻ റെഡി ആയവരും ഉണ്ട്. ആക്ച്വലി ജോലി ചെയ്യുന്ന എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളുകളെ ആണ് വർക്ക് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ലേബർ ഫോഴ്സ് വർക്ക് ഫോഴ്സ് മാറിപ്പോകരുത്. എന്താണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്? ടോട്ടൽ പോപ്പുലേഷന്റെ എത്ര പെർസെൻറ്റേജ് ആളുകൾ ലേബർ ഫോഴ്സ് ഉണ്ട്? അപ്പം ലേബർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ, അതായത് ടോട്ടൽ പോപ്പുലേഷൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്, എത്രയാണ് നമ്മുടെ ലേബർ ഫോഴ്സ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ലേബർ ഫോർ പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ. നമ്പർ ഓഫ് അൺഎംപ്ലോയ്ഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ലേബർ ഫോഴ്സിൽ നിന്ന് വർക്ക് ഫോഴ്സ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അൺഎംപ്ലോയ്ഡ് പീപ്പിൾ കിട്ടും. ലേബർ ഫോഴ്സിൽ നിന്ന് വർക്ക് ഫോഴ്സ് കുറച്ച് കഴിഞ്ഞാൽ അൺഎംപ്ലോയ്ഡ് പീപ്പിൾ കിട്ടും. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ, WPR, വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നതാണ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ എംപ്ലോയ്മെന്റ് ഉള്ളത്. അതായത് ടോട്ടൽ പോപ്പുലേഷന്റെ എത്ര പേര് വർക്കേഴ്സ് ആണ്, അതിന്റെ ആ റേഷ്യോ പറയുന്നതാണ് എന്ത്? വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ഇന്ത്യ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വർക്കർ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇന്ത്യയിലെ
ഇന്ത്യയിൽ 1950 തൊട്ട് 2024 വരെ 1950 മുതൽ 2024 വരെയുള്ള എംപ്ലോയ്മെന്റ് സെക്ടറിന് വന്ന ഗ്രോത്ത് ചേഞ്ച് എന്താണ്? ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. എന്ത് ചേഞ്ച് ആണ് വന്നത്? India's employment situation has changed significantly since the country gained independence in 1950. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഒരു 1950 ശേഷത്തേക്ക് 47 സ്വാതന്ത്ര്യം കിട്ടി 1950 ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ എംപ്ലോയ്മെന്റ് സ്ട്രക്ചറിന് നല്ല രീതിയിലുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്. റാപ്പിഡ് എക്കണോമിക് എക്സ്പാൻഷൻ, ചേഞ്ച് ഇൻ ദ കൺട്രീസ് പോപ്പുലേഷൻ, technological development have all contributed to the significant transformation in എംപ്ലോയ്മെന്റ് മാർക്കറ്റ്. എംപ്ലോയ്മെന്റിന് ചേഞ്ച് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ റാപ്പിഡ് എക്കണോമിക് എക്സ്പാൻഷൻ, ഇന്ത്യയിലുണ്ടായ എക്കണോമിക് എക്സ്പാൻഷന്, പിന്നീട് എന്താണ് ഇന്ത്യയിലെ പോപ്പുലേഷനിൽ ഉണ്ടായ ചേഞ്ച്, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, ഇതെല്ലാം എന്താണ് എംപ്ലോയ്മെന്റ് മാർക്കറ്റിൽ ചേഞ്ച് വരാനായിട്ട് കാരണം ആയി. India's economy in 1950s and 1960s was mainly agrarian. ഇന്ത്യയിലെ എക്കണോമി 1950 കാലഘട്ടങ്ങളിൽ 60 കാലഘട്ടങ്ങളിലെല്ലാം അഗ്രികൾച്ചറിനെയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത്. അഗ്രികൾച്ചറിലാണ് കൂടുതൽ ആളുകളും തൊഴിൽ ചെയ്തത്. അതായത് ഇന്ത്യയിലെ ലേബർ ഫോഴ്സിന്റെ 70% ആളുകളും അല്ലെങ്കിൽ 70% കൂടുതൽ ആളുകളും വർക്ക് ചെയ്ത് എവിടെയാണ്? അഗ്രികൾച്ചർ മേഖലയിൽ ആണ്. എ ഗ്രാജുവൽ ട്രാൻസിഷൻ ടു മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസ് റിസൾട്ടഡ് ഫ്രം ദ ഗവൺമെന്റ് എംഫസിസ് ഓൺ ഇൻഡസ്ട്രിയലൈസേഷൻ. ഗവൺമെന്റ് ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ വ്യവസായവൽക്കരണത്തിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ ആളുകൾ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്കും അതുപോലെ തന്നെ സർവീസ് സെക്ടറിലേക്കും മൂവ് ചെയ്യാനായിട്ട് കാരണമായി. എക്കണോമിക് ലിബറലൈസേഷൻ പോളിസീസ് were introduced in 1980s which hastened this shift even more. 1980 എക്കണോമിക് ലിബറലൈസേഷൻ പോളിസീസ് ഗവൺമെന്റ് അവതരിപ്പിച്ച ശേഷം അതിൽ വീണ്ടും ചേഞ്ച് വന്നു. ആളുകൾ മാനുഫാക്ചറിംഗ് സർവീസ് സെക്ടേഴ്സിലേക്ക് മൂവ് ചെയ്തു. India's manufacturing increased from 17 to 22% of GDP between 1991 to 2011. 1991 മുതൽ 2011 കാലഘട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ GDP യിലേക്കുള്ള മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ 17% നിന്ന് 22% ഉയർന്നു. സർവീസ് സെക്ടറിൻ്റെതോ 45% നിന്ന് 65% ഉയരുകയും പക്ഷേ അഗ്രികൾച്ചർ സെക്ടറിൻ്റെത് 30% നിന്ന് 14% കുറയുകയും ചെയ്തു. The large percentage of workers were working in low skilled ആയിട്ടുള്ള ജോബിൽ അല്ലെങ്കിൽ ലോ പേയിങ് ജോബിൽ ഇൻഫോർമൽ എംപ്ലോയ്മെന്റിലാണ് കൂടുതലും നമ്മുടെ ഇന്ത്യയിലെ ആളുകൾ വർക്ക് ചെയ്യുന്നത്. The 21st century has witnessed the rise of new sectors employment opportunity. അതായത് IT മേഖലകളിൽ, ഇ-കൊമേഴ്സ് മേഖലകളിലൊക്കെ എന്താണ് നമ്മുടെ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് 21st century നമുക്ക് കാണാനായിട്ട് പറ്റി. The millions of Indian now work as consultants, freelancers, temporary employees ഒക്കെ ആയിട്ടാണ് കൂടുതലും എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെ ആളുകളെ വർക്ക് ചെയ്യുന്നത്. However, issues like job insecurity എന്ന് പറഞ്ഞ ഇഷ്യൂ നമ്മുടെ ഫേസ് ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റി നമ്മുടെ ജോബിനെ എപ്പോൾ വേണമെങ്കിലും ധരിക്കാം. സ്കിൽ ഒബ്സലൻസ്, പ്രോപ്പറായിട്ടുള്ള സ്കില്ല് നമ്മുടെ ആളുകൾക്ക് ഇല്ലാത്തൊരവസ്ഥ. റീജിയണൽ ഡിസ്പാരിറ്റി, ഇതെല്ലാം എന്താണ് എംപ്ലോയ്മെന്റ് സെക്ടറിനെയൊക്കെ അഫക്റ്റ്, നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ COVID-19 പാൻഡമിക് ഉണ്ടായി അല്ലേ? COVID-19 വന്ന ശേഷം എന്ത് ചെയ്തു? ടെലികമ്മ്യൂണിക്കേറ്റിംഗ്, ഓട്ടോമേഷൻ, ഡിജിറ്റലൈസേഷൻ ആ ഒരു രീതിയിലേക്ക് വർക്കിംഗ് സിസ്റ്റം മാറാനായിട്ട് കാരണമായി. In spite of these obstacles, India's job market has advanced significantly. ഇന്ത്യയിലെ ജോബ് മാർക്കറ്റ് നല്ല ചേഞ്ച് ഉണ്ടായി. ഓൺട്രപ്രണർഷിപ്പ്, സ്കിൽ ഡെവലപ്മെന്റ്, ഡിജിറ്റൽ ലിറ്ററസി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഓൺട്രപ്രണർഷിപ്പിനെ ഗവൺമെന്റ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. സ്കിൽ ഡെവലപ്മെന്റ്, ഡിജിറ്റൽ ലിറ്ററസി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് കൂടുതലും പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഗവൺമെന്റ് മെയ്ഡ് ഇന്ത്യ, സ്കിൽ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ തുടങ്ങിയ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തത്. എംപ്ലോയ്മെന്റ് സ്ട്രക്ചർ ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. എക്കണോമിക് എക്സ്പാൻഷൻ, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, പോപ്പുലേഷൻ ഉണ്ടായ ചേഞ്ച്, ഇതെല്ലാം ഇന്ത്യയിലെ എക്കണോമിക് ഡെവലപ്മെന്റിന് കാരണമായി എംപ്ലോയ്മെന്റ് സ്ട്രക്ചറിന് മാറ്റങ്ങളുണ്ടായി. പക്ഷെ ഇന്നും എന്താണ് ഇന്ത്യയിലെ എംപ്ലോയ്മെന്റ് സ്ട്രക്ചറിൽ എന്താണ് വളരെയേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇത്രയാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഈ ഒരു എസ്സേ ക്വസ്റ്റ്യൻ, പിന്നെ കൈൻഡ്സ് ഓഫ് അർബൻ അൺഎംപ്ലോയ്മെന്റ്, കൈൻഡ്സ് ഓഫ് റൂറൽ അൺഎംപ്ലോയ്മെന്റ്, പിന്നെ ലേബർ ഫോഴ്സ്, വർക്ക് ഫോഴ്സ്, പോപ്പുലേഷൻ റേറ്റ്, വർക്കർ പോപ്പുലേഷൻ റേറ്റ്, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ്. കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, ഇത്ര ടോപ്പിക്കുകളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ ടോപ്പിക്കുകളൊക്കെ പഠിച്ച് ഇപ്പോൾ നമ്മൾ 3 ചാപ്റ്റേഴ്സ് പഠിച്ചു. ഈ 3 ചാപ്റ്റേഴ്സിലെ ഈ ടോപ്പിക്കുകൾ പഠിച്ചിട്ട് പോയാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നല്ല മാർക്ക് നിങ്ങൾക്ക്
A+ സ്കോർ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ മാരത്തോൺ നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 2 മാരത്തോൺസും കണ്ട്, പിന്നെ നമ്മൾ എന്താണ് ഷോർട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കാണ് ഡീൽ ചെയ്യേണ്ടത്, ഓരോ ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ ടോപ്പിക്ക് ഡീൽ ചെയ്യണം ലാസ്റ്റ് മിനിറ്റ് ആയിട്ട്, ഇതെല്ലാം നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കിലെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എക്കണോമിക്സ് നല്ല മാർക്ക് കിട്ടും. ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം, പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പോയി എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്.